എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ പോകുന്നത് മനഃശാസ്ത്രത്തെ കുറിച്ചാണ്. നമുക്കറിയാം LP UPK HS KTET എല്ലാ വിഷയങ്ങൾക്കും എല്ലാ എക്സാമുകൾക്കും വേണ്ടതാണ് സൈക്കോളജി. അപ്പൊ 20 മാർക്കിനും 30 മാർക്കിനും ഒക്കെയായി ഈ വിഷയങ്ങൾ ഈ എക്സാമുകളിലെല്ലാം സൈക്കോളജി ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് സൈക്കോളജിയെ കുറിച്ച് നോക്കാം. എന്തൊക്കെയാണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതെല്ലാമാണ് നമ്മൾ ഈ സ്ലൈഡിനകത്ത് നോക്കുന്നത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഫലപ്രദം ആയിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ മനഃശാസ്ത്രം എന്താണെന്നാണ് നോക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ മനഃശാസ്ത്രത്തെക്കുറിച്ച് ജസ്റ്റ് ഒരു വാക്കിൽ ഒതുങ്ങുന്നതല്ല. നമ്മൾ മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരുടെ മനസ്സിലെന്താ, ഒരു വ്യക്തി, അവരുടെ മനസ്സിനെ കുറിച്ച്, അവരുടെ ചിന്തകളെ കുറിച്ച്, ഇതൊക്കെ മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. എന്നാൽ അങ്ങനെയല്ല. മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മനസ്സിന്റെ കാര്യങ്ങൾ മാത്രമല്ല, അവരുടെ ചിന്തകൾ, അവരുടെ സ്വഭാവം, അവരൊരു സമൂഹവുമായിട്ട് ഇടപഴകുന്ന രീതി, അതിലൂടെ അവർക്കുണ്ടാകുന്ന പരിവർത്തനം എന്ന് വെച്ചാൽ മോഡിഫിക്കേഷൻസ്, അതിനെക്കുറിച്ചെല്ലാം പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്, വലിയൊരു ശാസ്ത്രശാഖയാണ് സൈക്കോളജി. അപ്പോൾ നമുക്ക് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സൈക്കോളജിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതില് ഒന്നാമത്തതാണ് അതിനെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ, ഒരു ആമുഖം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, മനഃശാസ്ത്രം എന്ന പദം ആദ്യമായിട്ട് കൊണ്ടുവന്നത്, നമ്മുടെ മനഃശാസ്ത്രം എന്ന പദം ഈ ശാസ്ത്ര ലോകത്തേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത് 1590 ജർമ്മൻ തത്വചിന്തകനായ റുഡോൾഫ് ഗോക്കലാണ്. ആദ്യമായിട്ട് കൊണ്ടുവന്ന ആരാ? റുഡോൾഫ് ഗോക്കൽ. സ്പെല്ലിങ്ങിനോട് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നേ. റുഡോൾഫ് ഗോക്കൽ എന്ന ജർമ്മൻ തത്വചിന്തകനാണ് ആദ്യമായിട്ട് മനഃശാസ്ത്രം എന്ന പദം കൊണ്ടുവന്നത് നമ്മുടെ ഈ ശാസ്ത്ര ലോകത്തിലേക്ക്. 1590. ഇനി ആ സൈക്കോളജി എന്ന വാക്കിനെ ഞാനൊന്ന് രണ്ടാക്കാൻ പോവാം. സൈക്കി, ലോഗോസ് എന്ന 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് നമുക്ക് സൈക്കോളജി എന്ന പദം ഉണ്ടായത്. അപ്പൊ സൈക്കി, അതുപോലെ തന്നെ ലോഗോസ്. സൈക്കി എന്ന വാക്കിനർത്ഥം ആത്മാവാണ്. ലോഗോസ് എന്ന് വെച്ചാൽ എന്താണ്? ശാസ്ത്രം അല്ലെങ്കിൽ അറിവ്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മനഃശാസ്ത്രത്തെ കുറിച്ച് ആദ്യമായിട്ടുണ്ടായ നിർവചനം എന്താണ്? ആത്മാവിനെ കുറിച്ചുള്ള അറിവാണ് മനഃശാസ്ത്രം, അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്നായിരുന്നു മനഃശാസ്ത്രത്തെക്കുറിച്ച് നമ്മുടെ ആദ്യത്തെ കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിനെ ഒന്ന് ഊട്ടി ഉറപ്പിക്കുന്നത് ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ആ 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആൾക്കാരായ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്, അതുപോലെ തന്നെ ഡെമോക്രീറ്റസ് എന്ന് പറഞ്ഞ ആൾക്കാരാണ്. ആരൊക്കെയാ? പ്ലേറ്റോയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്, അരിസ്റ്റോട്ടിൽ, ഡെമോക്രീറ്റസ്, അതുപോലെ തന്നെ സോക്രട്ടീസ്. ഇവരെല്ലാവരും പറഞ്ഞു, ശരിയാണ്, മനഃശാസ്ത്രം എന്നത് ആത്മാവിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ റുഡോൾഫ് ഗോക്കലാണ് ആദ്യമായിട്ട് മനഃശാസ്ത്രം എന്ന പദം നമ്മുടെ ശാസ്ത്ര ലോകത്തേക്ക് കൊണ്ടുവന്നത്. സൈക്കി, ലോഗോസ് എന്ന 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് സൈക്കോളജി എന്ന പദം ഉണ്ടായത്. അപ്പൊ ഇതെല്ലാം 17-ാം നൂറ്റാണ്ടിൽ നടന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ ആദ്യം എന്തിനെ കുറിച്ചുള്ള ശാസ്ത്രമാ? നമ്മുടെ മനഃശാസ്ത്രം എന്ന് പറഞ്ഞു ആത്മാവിനെ കുറിച്ചുള്ള പഠനമാണ്. കുറെ കഴിഞ്ഞപ്പോഴത്തേന് ഈ വാദം അങ്ങ് തള്ളപ്പെട്ടു പോയി. കാരണം ആത്മാവിന്റെ സ്ഥിരത, ആത്മാവ് നമ്മുടെ മരണാനന്തരം ഈ ആത്മാവിന് എന്ത് സംഭവിക്കാം, അങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമ്മൾ ഈ മുമ്പേ പറഞ്ഞ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസിനൊന്നും കഴിഞ്ഞില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാദം തള്ളിപ്പോയി. അതിനുശേഷം രണ്ടാമതുണ്ടായ നിർവചനമാണ് മനസ്സിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം, മനസ്സിനെ കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം. അങ്ങനെ പറഞ്ഞ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ജോൺ ലോക്ക്, അതുപോലെ കാന്റ്, കാന്റ്, മലയാളത്തിൽ നമ്മൾ എഴുതുമ്പോൾ അതാണ് കാന്റ്. ഹോബ്സ്, ഡെസ്കാർട്സ് എന്നാണ്, ഡെസ്കാർട്സ്, ഇംഗ്ലീഷില് ഡെസ്കാർട്സ്. സ്പെല്ലിങ്ങും കൂടെ ഒന്ന് ക്ലിയർ ആക്കി തരാം. ഇംഗ്ലീഷില് ഡെസ്കാർട്സ് എന്നിവരാണ് മനസ്സിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞു. തുടർന്ന് അത് ഏകദേശം ഒരു 17-ാം നൂറ്റാണ്ടിന്റെ അവസാനം 18-ാം നൂറ്റാണ്ടോടെ തുടങ്ങിയ കാര്യമാണ്. 18-ാം നൂറ്റാണ്ടിന്റെ ബാക്കി, അത് 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭ ഭാഗത്ത് ഈ മനസ്സിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്നുള്ള വാദം തള്ളിക്കളഞ്ഞു. കാരണം മനസ്സിന് മാത്രം പ്രാധാന്യമാണെങ്കിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്, എന്തെങ്കിലും അപസാമാന്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അതായത് അബ്നോർമൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അപ്പൊ സമായോജികരുണ്ട്, മാലഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ മനഃശാസ്ത്രവുമായിട്ട് ബന്ധമില്ലേ? അപ്പൊ അവരെ കുറിച്ചുള്ള പഠനം എങ്ങനെ നടത്തും? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മനസ്സിനെ കുറിച്ചുള്ള ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്നുള്ള ആ ഒരു വസ്തുതയ്ക്ക് ഒരു മാറ്റം വന്നു. പിന്നീട് വന്ന ഒരു കാര്യമാണ് ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം. അതാരാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമ്മുടെ വില്യം വൂണ്ടും അതുപോലെ തന്നെ വില്യം ജെയിംസ്. അവരെന്താ പറഞ്ഞേ? കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന ഒരു മൈൻഡിനെ കുറിച്ചുള്ള പഠനമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മനസ്സിന് അൺകോൺഷ്യസ് ആയിട്ടുള്ളൊരു തലമില്ലേ?
അതിനെക്കുറിച്ചൊക്കെ മറ്റുള്ള ആൾക്കാർ ചോദിച്ച് നമ്മളിപ്പോൾ ഏതൊരു കാര്യം കണ്ടുപിടിച്ച് കഴിഞ്ഞാലും ഒത്തിരി പേര് നമ്മളെ ചോദ്യം ചെയ്യുമല്ലേ, അതെന്താ അങ്ങനെ, അതെന്താ എങ്ങനെയെന്ന്. അതുപോലെ ഈ ശാസ്ത്രജ്ഞന്മാരെല്ലാം ഓരോ നിർവചനം പറഞ്ഞപ്പോഴും ചോദ്യം ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ വില്യം ജെയിംസും വില്യം വൂണ്ടും പറഞ്ഞു ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രമാണ്, കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിനെ കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി. ആ വാദവും തള്ളപ്പെട്ട് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഏകദേശം 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യം എന്താണ് വന്നത്? നമ്മുടെ വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം. അതായത് വ്യവഹാരം എന്നുള്ള വാക്കിന്റെ അർത്ഥം ബിഹേവിയർ. ഒരു മനുഷ്യന്റെ ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനമാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവാണ് മനഃശാസ്ത്രം. അപ്പൊ ബിഹേവിയർ എന്ന് വരുന്നതിനകത്ത് എല്ലാം വരത്തില്ലേ? ഒരു മനുഷ്യന്റെ മനസ്സ് വരും, അവരുടെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു അവസ്ഥ വരും, അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു തലം വരും, അവരുടെ ചിന്ത വരാം, അവരുടെ പ്രവർത്തനങ്ങൾ വരാം, എല്ലാ കാര്യങ്ങളൂടെ ചേർത്ത് വ്യവഹാരം എന്നൊരു വാക്കുണ്ട്. വ്യവഹാരം, ബിഹേവിയർ കേട്ടോ. വ്യവഹാരം എന്നൊരു വാക്കുണ്ട്, ബിഹേവിയർ. അപ്പൊ ആ വ്യവഹാരത്തെ കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് ആരൊക്കെയാ പറഞ്ഞേ? അതിനകത്ത് പ്രധാനപ്പെട്ട ആ ഒരു ആശയത്തിനെ ഇത്ര ഊന്നൽ നൽകിക്കൊണ്ട് പറഞ്ഞ ആൾക്കാരാണ് നമ്മുടെ JB വാട്സൺ. അതിൽ പ്രധാനമായിട്ടുള്ള വ്യക്തിയാണ് JB വാട്സൺ. ഓർത്തോണേ, സ്കിന്നർ, ഹള്ള്, HULL ഹള്ള്, ടോൾമാൻ, പിൽസ്ബറി, പാവ്ലോവ്, ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട ആൾക്കാർ കേട്ടോ. അപ്പൊ ഏറ്റവും അവസാനം ഇതിനെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരാൾ ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? ആദ്യം മനഃശാസ്ത്രത്തിന് അതിന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടു. ശരിയല്ലേ? ആത്മാവിനെ കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ കാര്യം നമ്മുടെ മനഃശാസ്ത്രത്തിന് അതിന്റെ മനസ്സിനെ നഷ്ടപ്പെട്ടു. മൂന്നാമത് പറഞ്ഞ കാര്യം എന്താ? മനഃശാസ്ത്രത്തിന് ബോധമണ്ഡലം നഷ്ടപ്പെട്ടു. ഇപ്പൊ ഏറ്റവും അവസാനം മനഃശാസ്ത്രത്തിന്റെ നിർവചനം എത്തിയിരിക്കുന്നത് എവിടെയാ? വ്യവഹാരത്തിലെത്തി നിൽക്കുന്നു. അപ്പൊ ആ ഒരു അതൊരു കോഴ്സായിട്ട് പറഞ്ഞിട്ടുണ്ട് നിർവചനം. മനഃശാസ്ത്രത്തിന് ആദ്യം അതിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു, പിന്നീട് മനസ്സും നഷ്ടപ്പെട്ട്, ബോധമണ്ഡലവും നഷ്ടപ്പെട്ട്, ഇപ്പോൾ ഇതാ നമ്മുടെ ആ നിർവചനം എവിടെ എത്തിയിരിക്കുന്നു? വ്യവഹാരത്തിൽ എത്തിയിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞത് RS വുഡ്സ്വർത്ത് ആണ് കേട്ടോ. വുഡ്സ്വർത്ത് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. RS വുഡ്സ്വർത്ത് എന്ന ശാസ്ത്രജ്ഞനാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇത്രയുമാണ് മനഃശാസ്ത്രത്തിന്റെ ഒരു വന്ന വഴി എങ്ങനെയാണെന്ന്, നിർവചനങ്ങളൊക്കെ എങ്ങനെയാ വന്ന വഴിയെന്ന്. ഓക്കെ, അമേരിക്കൻ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. നമ്മുടെ വില്യം ജെയിംസാ. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ അറിയാവുന്നവരത് പറയണം കേട്ടോ. നമ്മുടെ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരായിരിക്കും? എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്, പക്ഷെ നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. 2 ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്നുണ്ട്, ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്നുണ്ട്. ഈ 2 ചോദ്യങ്ങളും അറിയാവുന്നവർ പറയണം. ഈ ഒരു നമ്മുടെ ക്ലാസ്സിന്റെ അവസാനം ഞാൻ ആ ഉത്തരം പറയാം കേട്ടോ. ഇപ്പൊ തൽക്കാലം അമേരിക്കൻ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ വില്യം ജെയിംസ് ആണ്. ഓക്കെ, ഇനി കുറച്ച് നിർവചനങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കുറച്ച് നിർവചനങ്ങൾ. ശരിയല്ലേ? എന്താണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞ് കുറേ ഡെഫിനിഷൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, സ്കിന്നർ പറഞ്ഞ ഡെഫിനിഷൻസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഓർമ്മയുള്ളത്. പക്ഷെ അതല്ല, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആൾക്കാരുടെ എല്ലാം ഞാൻ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണേ. അനുഭവങ്ങളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം. അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ എന്തുമായിരിക്കും? നമ്മുടെ എക്സ്പീരിയൻസ്. വ്യവഹാരം എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മുടെ ബിഹേവിയർ, നമ്മുടെ സ്വഭാവം കേട്ടോ. അതിനെക്കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് ആര് പറഞ്ഞു? സ്കിന്നർ പറഞ്ഞു. അത് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും അറിയാം. എന്നാൽ ബാക്കി ഓരോന്നും കേട്ടോണേ. പരിസ്ഥിതിയും നമ്മുടെ എൻവയോൺമെന്റും വ്യക്തിയും ഇൻഡിവിജ്വൽസും തമ്മിലുള്ള ഇന്ററാക്ഷനെ കുറിച്ചുള്ള, പരസ്പര ബന്ധത്തെ കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് ആരാ പറഞ്ഞേ? മർഫി. അദ്ദേഹത്തിന്റെ പേരെന്തുവാ? മർഫി. ഓക്കെ, അടുത്തത് മനുഷ്യരുടെ ബന്ധങ്ങളെയും മനുഷ്യരുടെ വ്യവഹാരങ്ങളെയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ മാത്രമാണോ ഈ സമൂഹത്തിലുള്ളത്? അല്ല, ഞാനും നിങ്ങളും എല്ലാവരും ഉൾപ്പെട്ട ഒരു സമൂഹമാണ്. അപ്പൊ ആൾക്കാർ തമ്മിൽ ഇന്ററാക്ഷൻസ് ഉണ്ടാവത്തില്ലേ? ഉറപ്പായിട്ടും ഉണ്ടാവും. അങ്ങനെയുള്ള മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെയും അവരുടെ വ്യവഹാരങ്ങളെയും, അങ്ങനെയുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ആ ഒരു കൂട്ടത്തിന്റെ അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസിനെ എടുത്താൽ പോലും അവർ മറ്റുള്ളവരും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് എങ്ങനെയാണ്, അതിലൂടെ അവർക്കുണ്ടാകുന്ന ബിഹേവിയർ എങ്ങനെയാണ്, ബിഹേവിയറിലുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് നമ്മുടെ ക്രോയൻഗ്രോ പറഞ്ഞു. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിക്കോണേ. അടുത്തത് മനസ്സിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം. അപ്പൊ മനസ്സിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് CF വാലന്റൈൻ ആകട്ടോ. ഓപ്ഷൻ എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. CF വാലന്റൈൻ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്തായാലും ഈ CF വാലന്റൈൻ്റെ നിർവചനം ഒന്നും കേട്ട് കാണത്തില്ല. ഇനി അഥവാ കേട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ വളരെ നല്ലത്. കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതൊക്കെ പഠിച്ചുകൊണ്ട് പോകണം കേട്ടോ. നിങ്ങൾക്കറിയാം, എക്സാമിന്റെ പാറ്റേണൊക്കെ മാറി നമുക്ക് പ്രസ്താവന രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പോൾ ഒരു സെന്റൻസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തെറ്റരുത്. അപ്പൊ മനസ്സിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്ന് ആരാ പറഞ്ഞേ? CF വാലന്റൈൻ. ഇനി വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ്, ഇമ്പോർട്ടന്റ് ഒരു കോട്ടാണ് ഇത്. വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം.
അതാരാ പറഞ്ഞെന്ന് ചോദിച്ചാൽ JB വാട്സൺ. എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. നമ്മുടെ ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം, JB വാട്സൺ. അതുപോലെ ബോധമണ്ഡലത്തിനെ കുറിച്ചുള്ള ശാസ്ത്രമാണ്, അല്ലെ ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം. അങ്ങനെ അതൊരു കോട്ടായിട്ട് തന്നെ, അതൊരു നിർവചനമായിട്ട് തന്നെ പറഞ്ഞത് നമ്മുടെ വില്യം ജെയിംസ്, അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായ വില്യം ജെയിംസ് ആണ്. അടുത്തത്, മനഃശാസ്ത്രത്തെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. നിങ്ങൾക്കറിയാം, പ്യുവർ സൈക്കോളജിയും അപ്ലൈഡ് സൈക്കോളജി. പ്യുവർ സൈക്കോളജി എന്ന് പറയുന്നത് കേവല മനഃശാസ്ത്രം, അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നതോ പ്രയുക്ത മനഃശാസ്ത്രം അല്ലെങ്കിൽ പ്രയോഗ മനഃശാസ്ത്രം. ഇനി എന്താണ് ഈ കേവല മനഃശാസ്ത്രം? എന്തുമായിരിക്കും? മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ച് പഠിക്കാൻ, മനുഷ്യന്റെ ജീവിത രീതികളെ കുറിച്ച് പഠിക്കാൻ, അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനാവശ്യമായിട്ടുള്ള ചില തത്വങ്ങൾ, ചില സാങ്കേതിക ഉപകരണങ്ങൾ, അതുപോലെ ചില നിയമങ്ങൾ എന്നിവയെല്ലാം തയ്യാറാക്കി വെക്കുന്ന വലിയൊരു മനഃശാസ്ത്ര ശാഖയാണ് കേവല മനഃശാസ്ത്രം. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഏതൊക്കെ ശാസ്ത്ര ശാഖകളുണ്ട് അതിന് എക്സാമ്പിൾ എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. കേവല മനഃശാസ്ത്രത്തിൽ വരുന്നതാണ് സാമാന്യ മനഃശാസ്ത്രം, അതായത് ജനറൽ സൈക്കോളജി. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോകാവുന്ന കാര്യമുള്ളൂ കേട്ടോ. ഇതിന്റെ ഈ ഓപ്ഷൻസ് ഓർത്താൽ മതി. കേവല മനഃശാസ്ത്രത്തിൽ ഏതൊക്കെ ബ്രാഞ്ചസ് വരുമെന്ന് മാത്രം ഓർത്താൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് ജസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഓർത്തിരിക്കേണ്ട, പക്ഷെ അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. സാമാന്യ മനഃശാസ്ത്രം എന്ന് വെച്ചാൽ ജനറൽ സൈക്കോളജി ഒരു വ്യക്തിയുടെ ചിന്ത, വ്യവഹാരം, മനോഭാവം, അഭിക്ഷമത എന്ന് വെച്ചത് ആപ്റ്റിറ്റ്യൂഡ്. എന്ത് ഈ അഭിക്ഷമത എന്ന് പറയുന്നത്? ആപ്റ്റിറ്റ്യൂഡ്. ഒരു മേഖലയിൽ ഒരു വ്യക്തിക്ക് വിജയിക്കുന്നതിനാവശ്യമായ ശക്യത എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ. ഒരു വ്യക്തിക്ക് ഒരു മേഖലയിൽ വിജയിക്കുന്നതിനാവശ്യമായ പൊട്ടൻഷ്യലിനെ, കഴിവിനെ, ശക്യതയെ വിളിക്കുന്ന പേരാണ് അഭിക്ഷമത. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാ ഇങ്ങനെയാ ചോദിച്ചത്. ഒരു രംഗത്ത് ഒരു വ്യക്തിക്ക് വിജയിക്കുന്നതിനാവശ്യമായ ശക്യതയെ വിളിക്കുന്നത് എന്താണ്? ഓപ്ഷൻസും ഉണ്ട്. നമുക്കറിയാമോ ശക്യതയുടെ ഇംഗ്ലീഷ്? അറിയത്തില്ല, കാരണം ഇംഗ്ലീഷ് ടേം അതിനകത്തില്ല. നമ്മളെല്ലാവരും ഇരുന്ന് ആലോചിക്കും എന്താ ഈ ശക്യത എന്നുള്ളത്. അന്നേരം ടെൻഷൻ ആവത്തില്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. ശക്യത എന്ന് വെച്ചാൽ പൊട്ടൻഷ്യലാണ്, കഴിവാണ്. LPUP എക്സാം ഉള്ളവർക്ക് അറിയാം എന്താണ് വേണ്ടത്. നല്ലതുപോലെ മലയാളം ടീം മനസ്സിലാക്കിയിരിക്കണം, മാക്സിമം മലയാളം ടീം കണ്ടുപിടിക്കണം കേട്ടോ. അതൊക്കെ ശ്രദ്ധിച്ച് കേട്ടോണേ. അപ്പൊ സാമാന്യ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ചിന്തകൾ, അതുപോലെ തന്നെ പ്രവർത്തനം, അതുപോലെ തന്നെ അവരുടെ മനോഭാവം, പ്രവൃത്തി, അതേപോലെ ഓർമ്മ, ബുദ്ധി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവരുടെ വികാസം, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ചില തത്വങ്ങളെല്ലാം രൂപീകരിച്ചു വയ്ക്കുന്ന ശാസ്ത്രശാഖ. ശാരീരിക മനഃശാസ്ത്രം അറിയാം, ഫിസിയോളജിക്കൽ സൈക്കോളജി. എന്താണ്? ഒരു വ്യക്തിയുടെ ശരീരവും മനസ്സും തമ്മിൽ അഭേദ്യമായ ബന്ധം. അപ്പൊ ശരീരത്തെ ബാധിക്കുന്നത് മനസ്സിനെ ബാധിക്കുന്നത് ഒബ്വിയസ്ലി ശരീരത്തിനെ ബാധിക്കും. അപ്പൊ ആ ശാരീരിക അവസ്ഥകളെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ അറിയാം. പേഴ്സണാലിറ്റിയിലൊക്കെ ഉയരം കുറഞ്ഞ ആള്, ഉയരം കൂടിയ ആള്, വണ്ണമുള്ള ആള്, വണ്ണം കുറഞ്ഞ ആള്, അവർക്കൊക്കെ അതിന്റെ തരത്തിലുള്ള വ്യക്തിത്വ സവിശേഷതകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്ന ശാസ്ത്രശാഖയാ ശാരീരിക മനഃശാസ്ത്രം. അടുത്തത് അപസാമാന്യ മനഃശാസ്ത്രം, അബ്നോർമൽ സൈക്കോളജി. നമുക്കറിയാം ഒരുപാട് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളും സമൂഹത്തിൽ മാലഡ്ജസ്റ്റഡ് ആയിട്ട്, എന്താ മാലഡ്ജസ്റ്റഡ്? അപസാമായോജികർ എന്ന് വെച്ചാൽ സമൂഹവുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്ത കുട്ടികളുണ്ട്, ഒരു സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ കുറിച്ചെല്ലാം നമുക്ക് അങ്ങനെയുള്ളൊരു കുട്ടിയെ കണ്ടു, നമുക്ക് അവരെ ഒന്ന് പരിചരിക്കണം, അല്ലെ അവരൊന്ന് ട്രീറ്റ് ചെയ്യണം, അവരൊന്ന് പഠിപ്പിക്കണം. നമുക്ക് സാധാ നോർമലായിട്ടുള്ള കുഞ്ഞുങ്ങളെ പോലെ അവരെ നോക്കാൻ പറ്റില്ല നമുക്ക്. അപ്പൊ അവരുടെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മുൻകൂട്ടി കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ശാസ്ത്രശാഖ. ശിശു മനഃശാസ്ത്രം അറിയാലോ, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പഠനം. അത് കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് പേരിൽ മാത്രമാണ്. ആ കുഞ്ഞുങ്ങൾ എന്നുള്ളത് വളരെ ലളിതം, അല്ലാതെ അവരെ കുറിച്ച് വളരെയധികം നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ സ്വഭാവം, ഏത് രീതിയിൽ അവരുടെ പെരുമാറ്റ രീതി, അവരുടെ വ്യക്തിത്വ സവിശേഷത, അവരുടെ വികസനങ്ങൾ, അവരുടെ ഓരോ പ്രവർത്തനങ്ങളും എങ്ങനെയായിരിക്കും, അതിനനുസരിച്ച് വേണം നമ്മുടെയും ബിഹേവിയർ മോഡിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ശാസ്ത്രശാഖ അത് പഠിക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റൂൾസ് രൂപീകരിച്ചു വെച്ചേക്കുന്ന ശാസ്ത്രശാഖ. വികാസ മനഃശാസ്ത്രം, ഡെവലപ്മെന്റൽ സൈക്കോളജി. ഏതൊരു വ്യക്തിക്കും ജനനം മുതൽ മരണം വരെ എന്തുണ്ട്? വികാസമുണ്ട്. ഏകദേശം എന്ന് പറയാനൊന്നും ഒരു സംഖ്യയില്ല, ജനനം മുതൽ മരണം വരെ വികാസം നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളെ കുറിച്ചും പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിൽ കുറെ കീ പോയിന്റ്സ് വേണം. അത് കണ്ടുപിടിച്ച് തരുന്ന ശാസ്ത്രശാഖയാണ്. അടുത്തത് പാരാമനഃശാസ്ത്രം. പാരാസൈക്കോളജിന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്തുമായിരിക്കും? മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, പുനർജന്മത്തെക്കുറിച്ച്, മുൻജന്മത്തെക്കുറിച്ച്, ടെലിപ്പതി, അവയെക്കുറിച്ചൊക്കെയുള്ള പഠനമാണ് പാരാസൈക്കോളജി. അടുത്തതാണ് പരീക്ഷണ മനഃശാസ്ത്രം. മനുഷ്യന്റെ സ്വഭാവത്തെ ഉപയോഗിച്ച് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി
അതിന്റെ പഠനഫലങ്ങൾ ശേഖരിച്ചു വെക്കുന്നു. അതെല്ലാം ശേഖരിച്ചു വെക്കേണ്ടതായിട്ടുള്ള ആവശ്യതയുണ്ട്. ഈ ഒരു ബ്രാഞ്ചസിലെല്ലാം നമ്മൾ നേടിയ വിവരങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. എവിടെയാണെന്ന് ഞാനിപ്പോ പറയാം. അപ്പൊ കേവല മനഃശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇവരെല്ലാം. അത് നമ്മളപ്പോ ആ പഠിച്ച കാര്യങ്ങളെയെല്ലാം നമുക്ക് എവിടെയെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യേണ്ടി, അതിനെ ആ ഒരു ശാസ്ത്രശാഖയാണ് പ്രയുക്ത മനഃശാസ്ത്രം അല്ലെങ്കിൽ പ്രയോഗ മനഃശാസ്ത്രം, അപ്ലൈഡ് സൈക്കോളജി. ആ അപ്ലൈഡ് സൈക്കോളജിയിലാണ് നമ്മൾ കേവല മനഃശാസ്ത്രത്തിൽ രൂപീകരിച്ച തത്വങ്ങളും നിയമങ്ങളും മനഃശാസ്ത്ര ടെക്നിക്കുകൾ, ടൂൾസും മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളെല്ലാം കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യുന്ന മേഖലകളാണ് ഏത്? ഒന്ന് വിദ്യാഭ്യാസ മനഃശാസ്ത്രം, രണ്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിനു മുമ്പ് ആ പ്രയോഗ മനഃശാസ്ത്രത്തിൽ വരുന്ന ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്ന് ഒന്ന് നമ്മൾ പറഞ്ഞു. വിദ്യാഭ്യാസ മനഃശാസ്ത്രം. രണ്ടാമത്തെ വ്യാവസായിക മനഃശാസ്ത്രം. ഏതാ? ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ, ഇൻഡസ്ട്രിയിലൊക്കെ പലതരത്തിലുള്ള വ്യാവസായിക സ്ഥാപനങ്ങളിലൊക്കെ പലതരത്തിലുള്ള സൈക്കോളജിക്കൽ ടെക്നിക്ക് ഉപയോഗിക്കാം. ടെക്നിക്ക് നമ്മൾ എവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? കേവല മനഃശാസ്ത്രത്തിൽ. അതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അടുത്തത് ചികിത്സാ മനഃശാസ്ത്രം. കുഞ്ഞുങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വ്യക്തികളുടേതായിട്ടുള്ള അബ്നോർമൽ ബിഹേവിയർ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ രൂപീകരിച്ച് വെച്ചേക്കുന്ന ഐഡിയാസ് എല്ലാം നമുക്ക് പ്രയോഗിക്കാൻ പറ്റിയ സ്ഥലമാണ് ചികിത്സാ മനഃശാസ്ത്രം. അടുത്തത് സൈനിക മനഃശാസ്ത്രം. മിലിറ്ററി ഫീൽഡിലൊക്കെ അവിടെയും നമുക്ക് എന്തോ ഉപയോഗിക്കാം? നമ്മുടെ കേവല മനഃശാസ്ത്രത്തിലുള്ള എല്ലാ ടെക്നിക്സും ഉപയോഗിക്കാം കേട്ടോ. സോൾജേഴ്സിനായാലും അവരുടെ മെന്റലി അവർ ഓക്കെ ആയിരിക്കണം കേട്ടോ, ഫിസിക്കലി മാത്രം പോരാ. കുറ്റകൃത്യ മനഃശാസ്ത്രം. ഓരോ കുറ്റവാളികളുടെ സ്വഭാവം, കുറ്റകൃത്യത്തിന്റെ രീതി, ആ ഒരു സന്ദർഭവുമായിട്ട് എങ്ങനെ അത് പൊരുത്തപ്പെടുന്നു, അതെല്ലാം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കേവല മനഃശാസ്ത്രത്തിലെ ഓരോ വ്യക്തിയെക്കുറിച്ച് നമ്മളിലെ സാമാന്യ മനഃശാസ്ത്രം പറഞ്ഞില്ലേ, ജനറൽ സൈക്കോളജി, അവിടെ ഓരോ വ്യക്തികളുടെയും സ്വഭാവ സവിശേഷതകൾ ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ആ ഐഡിയാസ് ഒക്കെ നമുക്ക് എന്തോ ചെയ്യാം? കുറ്റവാളികളുടെ കേസിലും എന്തെങ്കിലുമൊക്കെ കേസ് തെളിയിക്കുന്നതിനകത്തും അപ്ലൈ ചെയ്യാം. ക്ലിയർ ആയോ? ഇനി ഇതിനകത്ത് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ കുറിച്ച് നമുക്ക് വളരെ ആഴത്തിൽ പഠിക്കാനുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം, ശരിയല്ലേ? നിങ്ങളൊരു കോട്ട് കേട്ടോണം. ആരാ പറഞ്ഞതെന്ന് നിങ്ങൾ തന്നെ താനൊന്ന് ഓർക്കണം കേട്ടോ. പഠനത്തെയും ബോധനത്തെയും കുറിച്ച് ചർച്ച ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. പഠനത്തെയും ബോധനത്തെയും, അവ പഠനവും ടീച്ചിങ് ആൻഡ് ലേണിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാസ്ത്രമാണ് മനഃശാസ്ത്രം, വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ആരായിരിക്കും? ഞാൻ വേണമെങ്കിൽ ഒരു 4 ഓപ്ഷൻസ് തരാം. തോണ്ടേക്ക്, സ്കിന്നർ, പാവ്ലോവ്, ഹള്ള്. ഇതിലേതായിരിക്കും? നിങ്ങൾ എന്തായാലും ആൻസർ കമന്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ആൻസർ നിങ്ങളുടെ മനസ്സിലോട്ട് വരണം. ആൻസർ എന്തുമായിരിക്കും? സ്കിന്നർ ആണ്. അപ്പൊ ഇങ്ങനെയാ പഠനത്തെയും ബോധനത്തെയും കുറിച്ചും ചർച്ച ചെയ്യുന്ന ശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് ആരാണ് പറഞ്ഞത്? നമ്മുടെ സ്കിന്നർ. അടുത്ത നോക്കിയേ. ആദ്യമായി നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ അടുത്തറിയാൻ ശ്രമിക്കും. അങ്ങനെ ആരാ പറഞ്ഞേ? റൂസോ. ശരിയല്ലേ? നമ്മളൊരു സ്കൂളിലോട്ട് പോയി, അല്ലെ നമ്മുടെ മുമ്പിൽ ഒരു പഠിതാവുണ്ട്. ആ പഠിതാവിന്റെ സ്വഭാവമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അല്ലെ? എന്നിട്ട് വേണം നമ്മുടെ ബോധന പ്രക്രിയ അവിടെ നടത്താൻ, അല്ലെങ്കിൽ നമ്മളും അവരും തമ്മിൽ ചേരുന്ന ആ ഒരു ടീച്ചിങ് ആൻഡ് ലേണിംഗ് അവിടെ നടക്കുന്നതിന് വേണ്ടിയിട്ട്, ശരിയല്ലേ? ഞാനിപ്പോൾ നിങ്ങളെ അടുത്തറിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ടീച്ചറെ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ പറയണേ, ടീച്ചറെ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ സംസാരിക്കണേ എന്ന് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തൊട്ടറിഞ്ഞിട്ടാണ് ഞാൻ ഇഷ്ടംപോലെ നിർവചനങ്ങൾ എക്സ്ട്രാ എടുത്തോണ്ട് വന്നത് കേട്ടോ. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഴ്സാണ് ഞാൻ ഇതുവരെയും പറഞ്ഞത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ. അപ്പോൾ ആദ്യമായി നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ അടുത്തറിഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞത് ആരാണ്? റൂസോ. ഇനി നോക്കിയേ, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന് ഒരു പിതാവുണ്ട്. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ പിതാവിനെ വിളിക്കുന്ന പേരാണ്, അദ്ദേഹം ആരാണ്? ഇ.എൽ. തോണ്ടേക്ക്. അപ്പൊ വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഇ.എൽ. തോണ്ടേക്കിൻ്റെതാണ്. അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളുണ്ട്. ആരൊക്കെയാണെന്നറിയാമോ? പഠിതാവ്, പഠിക്കുന്ന വ്യക്തി, പഠന സന്ദർഭം, പഠന രീതി. ഇത് 3ഉമാണ് പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ. ഇനി തോണ്ടേക്ക് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്ന് പറയട്ടെ? വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിദ്യാഭ്യാസ മേഖലയെ ലളിതവൽക്കരിച്ചിരിക്കുന്നു. ശരിയാണ്. എന്താ കാര്യം? നമ്മുടെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലതരത്തിലുള്ള ഇന്ററാക്ഷൻസ് അവിടെ നടക്കുന്നുണ്ട്. കുട്ടികളും അധ്യാപകർ തമ്മിലും, അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികൾ തമ്മിലും, പല സാഹചര്യങ്ങളും, സമൂഹവുമായിട്ടും അതുപോലെ കുടുംബങ്ങളുമായിട്ട് എല്ലാ തരത്തിലുള്ള ഇന്ററാക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ ആ ഇന്ററാക്ഷൻസിലൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, അതിൻ്റെ ഒരു ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ അതൊക്കെ മിനിമൈസ് ചെയ്ത് കൊണ്ടുവരാൻ, കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. നോക്കിയേ, വിദ്യാഭ്യാസത്തിന്റെ വേരുകൾ കയ്പ് നിറഞ്ഞതും അതിന്റെ ഫലം നല്ല മധുരമുള്ളതാണെന്ന് ആരാ പറഞ്ഞാൽ? നിങ്ങൾക്ക് അറിയാവുന്നയാ, അരിസ്റ്റോട്ടിലാ പറഞ്ഞത്. ജനനം മുതൽ മരണം വരെയുള്ള ഒരു വ്യക്തിയുടെ പഠന അനുഭവങ്ങളുടെ ആകത്തുകയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. സ്കൂളിൽ മാത്രം ചെന്ന് പഠിക്കുന്നതാണോ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്? അല്ല.
ഒരു വ്യക്തി ജനനം മുതൽ അവർ മരിക്കുന്നിടം വരെ അവർക്കുണ്ടാകുന്ന എല്ലാത്തരം അനുഭവങ്ങളും, എല്ലാത്തരം വ്യവഹാര പരിവർത്തനം. എന്തോ വ്യവഹാര പരിവർത്തനം? ബിഹേവിയർ മോഡിഫിക്കേഷൻ. എല്ലാ തരത്തിലുള്ള ബിഹേവിയർ മോഡിഫിക്കേഷൻ വരും, വ്യവഹാര മാറ്റം വരും, സ്വഭാവ രൂപീകരണം വരും, വ്യക്തിഗത സവിശേഷതകളിൽ മാറ്റം വരും. അതെല്ലാം പഠനമാണ്, അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് വിദ്യാഭ്യാസം. അങ്ങനെ ജനനം മുതൽ മരണം വരെയുള്ള ഒരു വ്യക്തിയുടെ എല്ലാ തരത്തിലുമുള്ള, ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള പഠന അനുഭവങ്ങളുടെ ആകെത്തുകയെ വിളിക്കുന്ന പേരാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. അതാരാ പറഞ്ഞേ? നമ്മുടെ ക്രോയാൻ ക്രോ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് പറഞ്ഞത്. ക്ലിയർ ആയോ? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ കാണാൻ വഴിയില്ല. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക്കാണ് മനഃശാസ്ത്ര ഗവേഷണ ഉപാധികൾ. പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അപ്പൊ നമ്മൾ ആദ്യം മനഃശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞു, മനഃശാസ്ത്രത്തിന്റെ കുറെ നിർവചനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനഃശാസ്ത്രത്തിനെ 2 ബ്രാഞ്ചായിട്ട് തരംതിരിക്കാം. ഇനി അതിൽ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് മനഃശാസ്ത്ര ഗവേഷണ ഉപാധികൾ. സൈക്കോളജിക്കൽ കുറച്ച് ടെക്നിക്സുകളാണ് പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തതാണ് ആത്മപരിശോധനാ രീതി. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇൻട്രോസ്പെക്ഷൻ എന്ന്. കേട്ടിട്ടുണ്ടോ ഇൻട്രോസ്പെക്ഷൻ എന്ന്? ഓക്കെ, നമ്മുടെ എല്ലാ ടെക്സ്റ്റിലും അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ളതും ക്വസ്റ്റ്യൻ പേപ്പറിലെ ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ എപ്പോഴും ആത്മപരിശോധനാ രീതിയിൽ നിന്നാണ് വരുന്നത്. അങ്ങനെയല്ല, ആത്മപരിശോധനാ രീതിയിൽ നിന്ന് മാത്രമല്ല ചോദ്യം വരുന്നത്, ആത്മനിഷ്ഠാ രീതിയിൽ നിന്ന് വരും, ആത്മദർശന രീതിയിൽ നിന്ന് വരാം, ആത്മനിരീക്ഷണ രീതിയിൽ നിന്ന് വരാം. കണ്ടോ, ഞാൻ എല്ലാ പേരും എഴുതിയിട്ടുണ്ട്. ആത്മനിഷ്ഠാ രീതി, ആത്മദർശന രീതി, ആത്മനിരീക്ഷണ രീതി, ഇൻട്രോസ്പെക്ഷൻ. കാരണം ഇത് 1, 2, 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ആത്മദർശനം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓർക്കണം നമ്മുടെ ഇൻട്രോസ്പെക്ഷനെ ആ ഉദ്ദേശിക്കുന്നതെന്ന്, കേട്ടോ. അല്ലാതെ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. നമ്മൾ കുട്ടികളെ നേരിട്ട് പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് അവരോട് ചോദിക്കുന്ന സമയത്തല്ല അവർ പറയും, ടീച്ചറെ ആത്മപരിശോധനാ രീതി, ആത്മനിഷ്ഠാ രീതി കഴിഞ്ഞു, ആത്മദർശനമോ ആത്മനിരീക്ഷണമോ ആന്തരിക വിലയിരുത്തൽ അങ്ങനെയൊക്കെ വരാം. അങ്ങനെയും ഉണ്ട് ഓപ്ഷൻസ്, അങ്ങനെയും ഇതിന്റെ പേര് വരാം. അങ്ങനെയൊന്നും അവർക്ക് അറിയത്തില്ല. അപ്പൊ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ഓർത്തോണം, കേട്ടോ. എന്താ ഈ ടെക്നിക്ക് എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇൻട്രോസ്പെക്ഷൻ എന്ന് 2 ലാറ്റിൻ പദങ്ങളിൽ നിന്ന് ഉണ്ടായ ഇംഗ്ലീഷ് വാക്കാണ് ഇൻട്രോസ്പെക്ഷൻ. ഇൻട്രോസ്പെക്ഷൻ എന്നീ 2 ലാറ്റിൻ പദങ്ങളിൽ നിന്നുണ്ടായ വാക്കാണ് ഇൻട്രോസ്പെക്ഷൻ. നിങ്ങൾ നോക്കിയേ, ഘടനാവാദികൾ അത് നമ്മൾ പഠിക്കും, പോകെ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. മനഃശാസ്ത്ര ചിന്താധാരകൾ ആരൊക്കെയാ? ഘടനാവാദം, ധർമ്മവാദം, ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം എന്നൊക്കെ പറയുന്നത്. ആ സ്ട്രക്ചറലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായ വില്യം വൂണ്ടും ടിച്ച്നറിനാണ്. വില്യം വൂണ്ടും ടിച്ച്നറും കൂടി ചേർന്നാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന ഈ ഒരു ടെക്നിക്ക് കൊണ്ടുവന്നത്. എന്താണെന്ന് ഞാൻ പറയാം. ഏറ്റവും പഴക്കമുള്ള മനഃശാസ്ത്ര ധാരയാണ് നമ്മുടെ ഇൻട്രോസ്പെക്ഷൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏറ്റവും പഴക്കമുള്ള മനഃശാസ്ത്ര ചിന്താധാര ഏതാന്ന് ചോദിച്ചാൽ, സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന് കേട്ടിട്ടില്ലയോ? അത് ഏതാന്ന് ചോദിച്ചാൽ ഏതാ? നമ്മുടെ സ്ട്രക്ചറലിസം, ഘടനാവാദമാണ്. അപ്പൊ അവരിൽ പ്രധാനികളായ 2 പേര് വില്യം വൂണ്ടും ടിച്ച്നറും കൂടി ചേർന്നാണ് ആദ്യത്തെ മനഃശാസ്ത്ര ഗവേഷണ ഉപാധിയായ ഏറ്റവും പഴക്കമുള്ള ഏറ്റവും ആദ്യത്തേത് നമ്മുടെ ഇൻട്രോസ്പെക്ഷൻ കൊണ്ടുവന്നത്. ഇൻട്രോ അതുപോലെ തന്നെ സ്പെക്ഷൻ എന്നീ 2 ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. ഇൻട്രോയുടെ അർത്ഥം എന്തുവാന്ന് അറിയാമോ? നോക്കുക. ഇൻട്രോയുടെ അർത്ഥം എന്ന് വെച്ചാൽ ഉള്ളിലേക്ക്, ഇൻസൈഡ്, ഉള്ളിലേക്ക്. സ്പെക്ഷന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നോക്കുക. അപ്പൊ ഇൻട്രോസ്പെക്ഷന്റെ അർത്ഥം എന്തുവായിരിക്കും? ഒരു വ്യക്തി സ്വന്തം ഉള്ളിലേക്ക് നോക്കുന്നു. എന്ത്? സ്വന്തം മാനസിക പ്രക്രിയകളെ, മനസ്സിൽ എന്തൊക്കെ നടക്കുന്നു, മാനസിക വ്യവഹാരങ്ങൾ എന്തൊക്കെ, എന്റെ ആന്തരിക വ്യവഹാരം, എന്റെ ഇന്റേണൽ ബിഹേവിയർ എന്തൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ മനസ്സിലൂടെ എന്തോരം കാര്യങ്ങൾ നടക്കുന്നു. അപ്പൊ എനിക്ക് എന്തോ ചെയ്യാൻ പറ്റും? സ്വന്തമായിട്ട് എന്റെ മാനസിക പ്രക്രിയകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് സ്വയം നിരീക്ഷിക്കാം. അങ്ങനെയുള്ളൊരു ടെക്നിക്കാണിത്. ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗം. ഉറങ്ങുമ്പോഴല്ലാതെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ മാനസിക പ്രക്രിയ നിരീക്ഷിച്ചൂടെ? സ്വന്തമായിട്ട് നിരീക്ഷിച്ചൂടെ? ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ മനസ്സിലൂടെ എന്തുമാത്രം കാര്യങ്ങൾ പോകുന്നു, എനിക്ക് സ്വന്തമായിട്ട് നിരീക്ഷിച്ചൂടെ? എന്തെങ്കിലും 10 പൈസയുടെ ചെലവുണ്ടോ? എന്തെങ്കിലും എക്സ്ട്രാ സമയം വേണോ? വേണ്ട. ഇതിലൂടെ 2 ഗുണങ്ങൾ എന്തുവാന്ന് ചോദിച്ചാല്, നമ്മുടെ ആന്തരിക വ്യവഹാരം, നമ്മുടെ ഇന്റേണൽ സ്റ്റാറ്റസ്, ഇന്റേണൽ ബിഹേവിയർ, എന്റെ മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് എനിക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റും. എന്തെങ്കിലും ഒരു പ്രശ്നം ഉള്ളതാണ്, എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ട്, എന്തെങ്കിലും ഒരു ദുഃഖം ഉണ്ടെങ്കിൽ നമുക്ക്, ഇപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് ഭയങ്കര ടെൻഷനാണ്, എനിക്ക് ഭയങ്കര സങ്കടമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിനെ ബാധിക്കത്തില്ലേ? അപ്പൊ നമ്മൾ എന്തോ ചെയ്യണം? നമ്മുടെ മാനസികാവസ്ഥ സ്വയം കൺട്രോൾ ചെയ്യണം.
അങ്ങനെ സ്വയം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നു. മനസ്സിലായോ? അവനവന്റെ മാനസികാവസ്ഥ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു ടെക്നിക്ക് കൂടിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രോസ്പെക്ഷൻ, ആത്മപരിശോധനാ രീതി. പറഞ്ഞ മനസ്സിലായോ? ഇനി ചെലവും കുറവാണ്. 10 പൈസയില്ല, 10 പൈസയുടെ ചെലവില്ല, എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് ഉപയോഗിക്കാം. ഉറങ്ങുമ്പോഴല്ലാതെ കേട്ടോ, ഉറങ്ങുമ്പോൾ പറ്റത്തില്ലേ? ഓക്കെ. ഇനി 2 പോരായ്മ ഉണ്ടെന്ന് വെച്ചാല് കൊച്ചു കുഞ്ഞുങ്ങളിലും ബുദ്ധിമാന്ദ്യമുള്ളവരിലും പറ്റില്ല കേട്ടോ. കൊച്ചു കുഞ്ഞുങ്ങളിലും മാനസിക ബുദ്ധിമുട്ടുള്ളവരിലും പറ്റില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ എന്തെങ്കിലുമൊക്കെ കളിച്ച് കൊണ്ടൊക്കെ ഇരിക്കത്തതേ ഉള്ളൂ. 1 വയസ്സുള്ള കുഞ്ഞ് സ്വന്തം മാനസിക പ്രക്രിയ എങ്ങനെയാണെന്ന് സ്വയം നിരീക്ഷിക്കുകയോ ഇല്ല. മാനസിക ബുദ്ധിമുട്ടുള്ളവരിലും പ്രായോഗികമല്ല. ഇനി നമ്മൾ നിരീക്ഷണത്തിന് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. വില്യം വുഡും ടിച്ചനറും കൂടിയാണ് ഈ ടെക്നിക്ക് കൊണ്ടുവന്നത്. എന്നാൽ ഈ ടിച്ചനർ ആണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തി ശാസ്ത്ര ലോകത്തിന് കൂടുതൽ സംഭാവനകൾ ചെയ്തത് കേട്ടോ. വില്യം വുഡ് കൊണ്ടുവന്നു, ആദ്യമായിട്ടൊന്ന് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളേ. ടിച്ചനറാണ് ഇതിൽ കൂടുതൽ പഠനങ്ങൾ നടത്തിയത്. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. 2ാമത്തെ ടെക്നിക്കാണ് നിരീക്ഷണം. എളുപ്പമല്ലേ നിരീക്ഷണം? ഒരു വ്യക്തിയെയോ ഒരു കൂട്ടം വ്യക്തികളെയോ എനിക്ക് നിരീക്ഷിച്ചൂടെ? എന്താ നിരീക്ഷിക്കുന്നത്? അവരുടെ മനസ്സിലുള്ള കാര്യമാണോ ഞാൻ നിരീക്ഷിക്കുന്നത്? ഒരിക്കലുമല്ല. അവരുടെ ബാഹ്യ വ്യവഹാരം എന്ന് പറയുന്നത് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന, ഒബ്സർവബിൾ ആയിട്ടുള്ള ബിഹേവിയർ, എക്സ്റ്റേണൽ ബിഹേവിയർ, അവരുടെ ബാഹ്യ വ്യവഹാരം, ഒരാളുടെ പുറമെയുള്ള സ്വഭാവം, അത് മാത്രമേ എനിക്ക് നോക്കാൻ പറ്റൂ. മനസ്സിൽ എന്തൊക്കെയാ പറയുന്നതെന്ന് പോലും എനിക്കറിയില്ല, അല്ലെങ്കിൽ മനസ്സിൽ എന്തൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പോൾ ഒരു വ്യക്തിയോ ഒരു കൂട്ടം വ്യക്തികളെ എനിക്ക് നിരീക്ഷിച്ചൂടെ? ഏത് പ്രായമുള്ളവരെയും നിരീക്ഷണം എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിക്കാം. എന്താ കാര്യം? തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞു തൊട്ട് വയസ്സായ ഒരു പ്രായമായ ഒരു വ്യക്തിയെ പോലും നമുക്ക് നിരീക്ഷിച്ചൂടെ? അവരുടെ ബാഹ്യമായ സ്വഭാവം നിരീക്ഷിക്കാം. ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് പ്രായത്തിലുള്ളവരെയും നമുക്ക് നിരീക്ഷണത്തിന് വിധേയമാക്കാം. ഇനി 2-3 കാര്യങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനുണ്ട്. 2 തരത്തിലുള്ള നിരീക്ഷണമുണ്ട്. പ്രത്യക്ഷ നിരീക്ഷണവും പരോക്ഷ നിരീക്ഷണവും. എന്തു ഈ പ്രത്യക്ഷ നിരീക്ഷണം? നിരീക്ഷിക്കപ്പെടേണ്ട വ്യക്തികളോടൊപ്പം നിങ്ങളെ ഞാൻ നിരീക്ഷിക്കാൻ പോവാന്ന് വിചാരിക്കുക. അപ്പൊ നിരീക്ഷിക്കപ്പെടേണ്ട നിങ്ങളോടൊപ്പം തന്നെ നിരീക്ഷകനായ ഞാൻ കൂടെ നിന്നുകൊണ്ട് നിരീക്ഷിക്കുന്നു. ക്ലാസ് റൂം, മനസ്സിലായോ? ക്ലാസ് റൂം, നമ്മളൊരു അസംബ്ലിയിലൊക്കെ ടീച്ചർമാർ അവരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെയല്ലേ നിരീക്ഷിക്കുന്നത്? അതൊക്കെയാണ് പ്രത്യക്ഷ നിരീക്ഷണം, ഡയറക്റ്റ് ഒബ്സർവേഷൻ. അങ്ങനെയാണെങ്കിൽ ഇൻഡയറക്റ്റ് ഒബ്സർവേഷനോ? നിരീക്ഷിക്കപ്പെടേണ്ട നിങ്ങൾ ഓരോരുത്തരും അറിയാതെ നിരീക്ഷകനായ ഞാൻ നിങ്ങളെ നിരീക്ഷിക്കുന്നു. CCTVയിലൂടെയുള്ള നിരീക്ഷണം, ശരിയല്ലേ? നമ്മൾ അറിയുന്നോ നമ്മളെ ആരെയും എവിടെയെങ്കിലും ഇരുന്ന് നിരീക്ഷിക്കുന്നത്? അറിയുന്നില്ല. ഇതൊക്കെയാണ് പരോക്ഷ നിരീക്ഷണത്തിന്റെ എക്സാമ്പിൾ. ഇനി വേറെ കാര്യം, ഞാൻ ചുമ്മാ പോയെന്ന് നിരീക്ഷിച്ചാൽ പോരാ. നിരീക്ഷകനായ എനിക്ക് അതിൽ മികച്ച വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം. പക്ഷി നിരീക്ഷകനായ സലീം അലി, അദ്ദേഹത്തിന് ആ പക്ഷികളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ജ്ഞാനമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പക്ഷി നിരീക്ഷണം എന്ന് പറഞ്ഞ മേഖലയിൽ പ്രസിദ്ധനായത്. ഏതൊരു വ്യക്തിയും ഞാൻ എന്താണോ വ്യവഹാരം, ഏത് ബിഹേവിയർ ആണോ ഞാൻ വിലയിരുത്താൻ പോകുന്നത്, അതിനെക്കുറിച്ച് എനിക്ക് നല്ല അറിവുണ്ടായിരിക്കണം. അപ്പൊ നിരീക്ഷകൻ നല്ല വൈദഗ്ധ്യമുള്ള ആളായിരിക്കണം. പിന്നെ നിരീക്ഷകൻ ഒരിക്കലും പക്ഷപാതിയാവാൻ പാടില്ല, പക്ഷാഭേദം, ചായ ഉണ്ടാവാൻ പാടില്ല, ബയാസ്ഡ് ആവാൻ പാടില്ല. എനിക്കിപ്പോൾ ഒരു കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്, അവനിനി എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ഞാൻ കണക്കിലെടുക്കാതെ എനിക്ക് അവനോട് ചായ ഉണ്ടെങ്കിൽ അത് ശരിയാവുമോ? ഒരിക്കലുമല്ല. പറയുന്നത് മനസ്സിലായോ? അപ്പൊ നിരീക്ഷകൻ ഒരിക്കലും ബയാസ്ഡ് ആകാൻ പാടില്ല. നിരീക്ഷകൻ ഏത് കാര്യവും നിരീക്ഷിച്ചു കഴിഞ്ഞിട്ട് അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കണം. അതിനുള്ള പ്രധാനപ്പെട്ട റെക്കോർഡിംഗ് ഫെസിലിറ്റീസ് എല്ലാം അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്തെങ്കിലല്ലേ അതിനൊരു വാലിഡിറ്റി ഉള്ളൂ, വാലിഡ് ആയിട്ട് ശരിയാകത്തുള്ളൂ. അത് കൃത്യമായിട്ടുള്ള വിവരമാണെന്ന് പറയാൻ പറ്റും. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്. അടുത്തതാണ് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് ഉള്ളത്. അപ്പൊ നിരീക്ഷകന്റെ പോരായ്മകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നിരീക്ഷണം ഏത് പ്രായമുള്ളവരിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ അത്രയാണ്. വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ആന്തരിക വ്യവഹാരത്തിന്, അതായത് ഒരാളുടെ ഇന്റേണൽ ബിഹേവിയർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അടുത്തത് സഞ്ചിത രേഖ. സഞ്ചിയുടെ പ്രത്യേകത എന്തുവാ? എന്തോരം സാധനങ്ങളാണ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് കൊണ്ടുവരുന്നത്, ശരിയല്ലേ? കുറേ നേരം കഴിയുമ്പോഴത്തേന് ഒത്തിരി കാര്യങ്ങൾ അതിനകത്തോട്ട് കാണും. അതുപോലെയാ ഒരു കുട്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് വിവരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് അടുക്കി വെച്ചേക്കുന്ന ഒരു രേഖയാണ് സഞ്ചിത രേഖ. ഇപ്പോൾ ഒരു കുട്ടി ഒരു സ്കൂളിൽ പഠിക്കുക, 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയും പഠിക്കുക. അപ്പൊ ഈ 5-ാം ക്ലാസ് ആകുമ്പോഴത്തേന് 1-ാം ക്ലാസ്സിലുള്ളവന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ, 2-ലുള്ളത് 3-ലുള്ളത് എല്ലാം ആഡ് ചെയ്ത് 5-ാം ക്ലാസ്സിലാകുമ്പോഴത്തേന് സഞ്ചിത രേഖ ഇത്രയും കാണും കേട്ടോ. അപ്പൊ സഞ്ചിത രേഖ എന്ന് പറയുന്നത് ഒരു കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരു വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ
വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമുള്ള വിവരങ്ങളെ ശേഖരിച്ച് അടുക്കി വെക്കുന്ന സമഗ്രമായ ഒഫീഷ്യൽ റെക്കോർഡ്, ഔപചാരിക രേഖയാണ്. നമുക്ക് വളരെ സൂക്ഷ്മമായ വിവരങ്ങൾ മാത്രമാണ് ഇതിനകത്ത്, വളരെ സൂക്ഷ്മമായതും കൃത്യമായതുമായ വിവരങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കേണ്ടത്. ഇവിടുന്നും ആൾക്കാർ പറഞ്ഞു എന്ന് പറഞ്ഞ വിവരങ്ങളൊന്നും നമുക്ക് ചേർക്കാൻ പാടില്ല. അധ്യാപകർ വളരെ സൂക്ഷ്മമായിട്ട് എഴുതി തയ്യാറാക്കി വെക്കുന്ന, സ്കൂളുകളിൽ സൂക്ഷിക്കുന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള റെക്കോർഡാണ്, ഔപചാരിക രേഖയാണ് സഞ്ചിത രേഖ. അപ്പോൾ ഒരു കുട്ടിയെക്കുറിച്ചുള്ള എന്തൊക്കെ കാര്യങ്ങൾ വരാം? അവരുടെ അഡ്രസ്സ്, അത് ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ. അവരുടെ പഠന നേട്ടം, കായികപരമായ കഴിവുകൾ, കലാകായിക പ്രകടനങ്ങൾ, കുടുംബ പശ്ചാത്തലം, സാമൂഹിക പശ്ചാത്തലം, മാനസിക പക്വത, ശാരീരിക പക്വത, അവരുടെ വൈകാരികമായിട്ടുള്ള അവസ്ഥ, എല്ലാ കാര്യങ്ങളും വരും. അതുപോലെ തന്നെ അവരുടെ വ്യക്തിത്വം, അവർക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ അങ്ങനെ, ലേണിങ്ങിന് പഠനത്തിന് എന്തെങ്കിലും പിന്നോക്കാവസ്ഥയിലുണ്ടെങ്കിൽ അങ്ങനെ, എല്ലാ കാര്യങ്ങളും എഴുതി തയ്യാറാക്കി വെക്കുന്ന രേഖയാണ്. ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്നാണ് സഞ്ചിത രേഖയുടെ ഇംഗ്ലീഷ്, ക്യുമുലേറ്റീവ് റെക്കോർഡ്. അടുത്തത് ഉപാഖ്യാന രേഖ, അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് കേട്ടിട്ടുണ്ട്. ഉപാഖ്യാന രേഖ, ഉപാഖ്യാന രേഖയ്ക്ക് വേറൊരു പേരുണ്ട്, സംഭവ വിവരണ രേഖ. ചില പ്രത്യേക സന്ദർഭങ്ങളിലോ സാഹചര്യങ്ങളിലോ കുട്ടികളിൽ ഉണ്ടാകുന്ന അവിചാരിതമായ പ്രതികരണങ്ങൾ. ഉദാഹരണം പറയാം, ഒരു ടീച്ചർ മഞ്ചാടിക്കുരു ഉണ്ടല്ലോ, നമുക്ക് മഞ്ചാടിക്കുരു കൊണ്ട് ക്ലാസ്സിലോട്ട് വന്നു. 2ാം ക്ലാസ്സിലാണെന്ന് വിചാരിക്കുക, അല്ലെ 1ാം ക്ലാസ്സിൽ വന്നു. ടീച്ചറിന്റെ കയ്യിൽ നിന്ന് ഇത് താഴെ വീണു. ഒരു ക്ലാസ്സിൽ 10-30 പിള്ളേരുള്ള ക്ലാസ്സിൽ ചില കുട്ടികൾ ഓടി വന്ന് അത് പെറുക്കാൻ ടീച്ചറിനെ സഹായിക്കും. ചിലർ വന്ന് നിന്ന് നോക്കി നിൽക്കുന്നതേ ഉള്ളൂ. ശരിയല്ലേ? ചിലർ ആ ബെഞ്ചിൽ തന്നെ ഇരുന്ന് എത്തി വലിഞ്ഞു നോക്കും അവിടെ എന്തോ നടക്കുന്നതെന്ന്. ചിലരാണെങ്കിൽ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നതേ അല്ലെന്ന് പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കും. ശരിയല്ലേ? ഇത് ഒരു പ്രത്യേക സന്ദർഭത്തില്ല. അപ്പൊ കുട്ടികളിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായത്. ടീച്ചറിനത് ശ്രദ്ധിക്കാം, ടീച്ചറിനത് മനസ്സുകൊണ്ട് ഓർത്ത് വെച്ചിട്ട് എന്തോ ചെയ്യാം, ടീച്ചറിനെ തന്നെ നോട്ട് പാഡിൽ കുട്ടികളെ കുറിച്ചുള്ള അഭിപ്രായം എഴുതി വെക്കാം. അതാരും കാണിക്കാനുള്ളതല്ല. ടീച്ചറിന് തങ്ങളുടെ കുട്ടികളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടും അതിനനുസരിച്ചുള്ള ബോധന പ്രക്രിയ അതിനനുസരിച്ച് ക്ലാസ്സിൽ ക്രമീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഒരു അനൗപചാരിക രേഖയാണ്. ഒഫീഷ്യൽ അല്ല കേട്ടോ, അനൗപചാരികമായിട്ടുള്ള ഒരു രേഖയാണ്. ആരെയും കാണിക്കാനൊന്നും അല്ല, ടീച്ചറിന് മനസ്സിലാക്കി വെക്കുന്നതിന് വേണ്ടി. ഒരു പ്രത്യേക സന്ദർഭത്തിലോ സാഹചര്യത്തിലോ കുട്ടികളിൽ ഉണ്ടാകുന്ന ആകസ്മികമായിട്ടുണ്ടാകുന്ന അവിചാരിതമായി ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ, അവരുടെ റിയാക്ഷൻസ് അത് രേഖപ്പെടുത്തി വെക്കുന്നതാണ് ഉപാഖ്യാന രേഖ. സംഭവ വിവരണ രേഖ എന്നും നമുക്ക് പറയാം കേട്ടോ. അല്ലെങ്കിൽ ഉപാഖ്യാന രേഖ, സംഭവ വിവരണ രേഖ, അനക്ഡോട്ടൽ റെക്കോർഡ്. അടുത്തതാണ് പരീക്ഷണ രീതി. ഇമ്പോർട്ടൻ്റ് ഒരെണ്ണമാണ് പരീക്ഷണ രീതി. 1879 ജർമ്മനിയിലെ ലിപ്സിഗ് എന്ന സ്ഥലത്ത് ആദ്യമായിട്ട് മനഃശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മനഃശാസ്ത്ര പരീക്ഷണശാല, ഒരു സൈക്കോളജിക്കൽ ലബോറട്ടറി സ്ഥാപിച്ചത് 1879 വില്യം വൂണ്ടാണ്. ഇദ്ദേഹമാണ് അതുകൊണ്ട് പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവ്. അപ്പൊ പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാ? വില്യം വൂണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരീക്ഷണ മനഃശാസ്ത്രം എന്ന് വെച്ചാൽ എന്തുവായിരിക്കും? മനഃശാസ്ത്രത്തിന് കൂടുതൽ ശാസ്ത്രീയമായ അടിത്തറ ഉണ്ടാക്കി കൊടുത്തത് ഈ പരീക്ഷണ മനഃശാസ്ത്രമാണ്. നമ്മൾ പറയുന്നു മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ്, മനുഷ്യന്റെ സ്വഭാവം ഇങ്ങനെയാണ്, അവരുടെ ബിഹേവിയർ ഇങ്ങനെയാണ്. നമ്മൾ ജസ്റ്റ് പറയത്തതേ ഉള്ളൂ. ഒരാളെ പോലും നമുക്ക് നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ സഞ്ചിത രേഖ, ഉപാഖ്യാന രേഖ, അതുപോലെ ഇൻട്രോസ്പെക്ഷൻ, ഇതിലൂടെയൊക്കെ കിട്ടുന്ന റിസൾട്ട് എന്തുമായിരിക്കും റിസൾട്ട്? അവിടെ എവിടെയൊക്കെ ഉറപ്പായിട്ട് ഫോൾട്ട് ഉണ്ടാവും. നിരീക്ഷണം എന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ആൾക്ക് എനിക്ക് ചായ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് രേഖപ്പെടുത്തി വെച്ചാൽ മതി. ഇൻട്രോസ്പെക്ഷൻ ആയാലും എൻ്റെ മനസ്സിൽ കൂടെ എന്തെങ്കിലും തെറ്റായ അവസ്ഥകൾ പോയാലും ഞാൻ അതിന് ഇഗ്നോർ ചെയ്തിട്ടായിരിക്കാം സംസാരിക്കുന്നത്, അതിൻ്റെ റിസൾട്ട് വരുന്നത്. പക്ഷെ പരീക്ഷണ രീതി അങ്ങനെയല്ല. പരീക്ഷണ രീതി എന്ന് പറയുന്നത് നാം എന്താണോ നൽകുന്നതെല്ലാം ചോദകങ്ങളാണ്, സ്റ്റിമുലസ്. ഓക്കെ, ആ സ്റ്റിമുലസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിൻ്റെ എന്തോ ഉണ്ടാകുന്നത്, റെസ്പോൺസ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഞാനൊരു ടെസ്റ്റ് ട്യൂബ് എടുത്തു, ആ ടെസ്റ്റ് ട്യൂബിനകത്തോട്ട് സിങ്ക് ഒഴിച്ചു, HCl ഒഴിച്ചു, ഞാൻ കൊടുത്തത് സ്റ്റിമുലസ്. അത് രണ്ടുകൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും തന്നെയാണ് ഉണ്ടാകുന്നത്. അതാണ് ഇവിടുത്തെ റെസ്പോൺസ്. വേറെ എന്തെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ ആ ഒരു റിയാക്ഷൻസ്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. അപ്പൊ ആ ഒരു റിയാക്ഷൻസ് ഉണ്ടല്ലോ, ആ ഒരു റിയാക്ഷൻസ് കൊടുത്ത സ്റ്റിമുലസിനെയും നേടിയ റെസ്പോൺസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ അവിടെ പഠനം എഴുതുന്നത്. അതുപോലെ തന്നെയാണ് പരീക്ഷണ മനഃശാസ്ത്രം. നാം എന്താണോ നൽകുന്നത് അതാണ് ചോദകം, സ്റ്റിമുലസ്. ചോദകത്തെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ അതാണ് റെസ്പോൺസ്. ആ റെസ്പോൺസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പഠനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് പരീക്ഷണ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഏറ്റവും വസ്തുനിഷ്ഠമായതും
ഏറ്റവും സാധുതയുള്ളതും ഏറ്റവും കൃത്യമാണ്. റിസൾട്ട് എന്ന് പറയുന്നത് 99% റിസൾട്ട് കറക്റ്റ് ആണ്. അതിനനുസരിച്ച് അത്തരത്തിലുള്ളൊരു പഠനശാസ്ത്ര ശാഖയാണ് അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്ര പഠന രീതിയാണ് ഇതെന്ന് പറയുന്നത് പരീക്ഷണ രീതി. ഈ പരീക്ഷണ രീതിയിലൂടെയാണ് പലതരത്തിലുള്ള പഠനങ്ങൾ നടത്തിയിട്ട് മനഃശാസ്ത്രത്തിന് ഒരു വ്യക്തത അല്ലെങ്കിൽ ഒരു അടിത്തറ, ഒരു ശാസ്ത്രീയമായ ഒരു അടിത്തറ നേടിക്കൊടുത്തത് ഈ പരീക്ഷണ രീതിയാണ്. പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ ഈ നൽകുന്ന, ഞാൻ പറഞ്ഞല്ലോ സ്റ്റിമുലസ് നൽകുന്നു എന്ന് പറയുന്നല്ലോ, ഒരു എക്സാമ്പിൾ പറയട്ടെ. ഹിപ്നോട്ടിസം, അതൊരു പരീക്ഷണ രീതിയാണെന്ന് നമുക്ക് പറയാം. ഞാനിപ്പം ഹിപ്നോട്ടിസം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന കേസ് എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിയെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കത്തില്ലേ? ഞാൻ നൽകുന്ന ചോദ്യങ്ങളെല്ലാമാണ് സ്റ്റിമുലസ്. അതിന് നമുക്ക് സ്വതന്ത്ര ചരമെന്നും പറയാം. സ്വതന്ത്ര ചരം. ആ ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടില്ലേ അവരിൽ നിന്നുള്ള ഉത്തരം, റെസ്പോൺസ്? അതാണ് ആശ്രിത ചരം. ആ സ്വതന്ത്ര ചരം എന്ന് പറയുന്ന എൻ്റെ ക്വസ്റ്റ്യനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവിടുന്ന് വന്ന ആൻസർ. അതാണ് ആശ്രിത ചരം. ഇനി നോക്കിയേ, ഞാൻ ചോദിച്ച ചോദ്യത്തെയും അവർ നൽകിയ ഉത്തരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലേ അവർക്ക് ഇന്ന വ്യക്തിത്വ പ്രശ്നങ്ങളുണ്ട്, ഇന്ന പ്രോബ്ലംസ് അവർക്കുണ്ട്, അവരുടെ വ്യക്തിത്വ സവിശേഷത ഇങ്ങനെയാണ് എന്നുള്ള പഠനത്തിലേക്ക് ഞാൻ എത്തുന്നത്. അത് 100% ഓക്കെ അല്ലേ? കാരണം ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഞാൻ ചോദിച്ച ചോദ്യം റെക്കോർഡ് ചെയ്യാതിരിക്കത്തില്ല. റെക്കോർഡും ചെയ്യും, അവർ പറയുന്ന ഉത്തരവും റെക്കോർഡ് ചെയ്യും. അതെല്ലാം കറക്റ്റ് അല്ലേ? ഒരു എക്സാമ്പിൾ പറഞ്ഞതാ ഹിപ്നോട്ടിസം പരീക്ഷണ രീതിയുമായി ബന്ധപ്പെടുത്തി കേട്ടോ. അപ്പൊ ഞാൻ നൽകുന്ന സ്റ്റിമുലസ് സ്വതന്ത്ര ചരം, അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന റെസ്പോൺസ് ആശ്രിത ചരം. സ്വതന്ത്ര ചരവും ആശ്രിത ചരവും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി പഠനം നടത്തുന്ന രീതിയാണ് പരീക്ഷണ രീതി. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. നിങ്ങൾ ഇതൊക്കെ സിമ്പിളായിട്ട് കളയരുത്. ഇതെല്ലാം നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. നന്നായിട്ട് മനസ്സിലാക്കിക്കോണം. ഓക്കെ, പിന്നെ ഒരു കാര്യമുണ്ട്, ഭയങ്കര ചെലവായതിന്. പരീക്ഷണ രീതി എന്ന് പറയുമ്പോൾ നല്ല ഫെസിലിറ്റീസ് വേണം, ലബോറട്ടറി ഫെസിലിറ്റീസും മറ്റ് എക്യുപ്മെന്റ്സിന്റെ ഫെസിലിറ്റീസ്. പിന്നെ ഒരു കാര്യം, പരീക്ഷകൻ നല്ല വൈദഗ്ധ്യമുള്ള ആളായിരിക്കണം. നല്ലതുപോലെ പൈസ ചെലവുണ്ട്, അതുപോലെ കുറേ ടൈം കൺസ്യൂമിങ്ങും, കുറേ സമയം എടുത്ത് മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്തത് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന രീതിയാണ്. ഇപ്പം നിങ്ങളൊരു ക്ലാസ് റൂം, ഈ ഒരു ക്ലാസ് റൂമിൽ ഒരു 30 കുട്ടികളുണ്ടെങ്കിൽ ആ 30 കുട്ടികളുടെയും വ്യക്തിത്വ സവിശേഷതകൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഓരോരുത്തരെ നിരീക്ഷിച്ചൊക്കെ നോക്കിയെടുത്ത് വരാൻ ബുദ്ധിമുട്ടായിരിക്കാം. ഞാനപ്പോൾ എന്തുമായിരിക്കും ചെയ്യുന്നത്? ഇത്രയും പേരുടെ പേര് എഴുതും. ഇപ്പം A, B, C, D എന്ന് പറഞ്ഞ കുട്ടികളുടെ പേര് എഴുതിയിട്ട് ഞാൻ എന്തോ ചെയ്യാൻ പോകുന്നത്, ശ്രദ്ധ എന്ന ഒരു ആസ്പെക്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അത് പല ദിവസങ്ങളിലായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ പല ദിവസങ്ങളിലായിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലെ ഒരു കുറച്ച് സമയത്തിനുള്ളിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ശ്രദ്ധയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്താവന തയ്യാറാക്കി. അപ്പം ഇത്ര ശതമാനം കുട്ടികൾ ശ്രദ്ധിക്കുന്നു അങ്ങനെ പറയുന്ന സമയത്ത് അതിൽ എ എന്ന കുട്ടിയുണ്ട് അല്ലെങ്കിൽ എക്ക് ശ്രദ്ധയില്ല. അടുത്ത സഹകരണ മനോഭാവം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. സഹകരണ മനോഭാവം അല്ലാതെ അടുത്തത് ക്ലാസ്സിലുള്ള ആക്ടിവിറ്റീസിലുള്ള പങ്കാളിത്തം, അത് അനു എന്ന് പറഞ്ഞ കുട്ടിക്കുണ്ട് അല്ലെങ്കിൽ ആ കുട്ടിക്കില്ല എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. പറഞ്ഞത് മനസ്സിലായോ? ഒരു ക്ലാസ് റൂമിലെ വ്യവഹാരത്തെ പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ചെക്ക് ലിസ്റ്റ്. വ്യക്തിത്വ സവിശേഷതകളാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഇത്രയും ഓർത്താൽ മതി. ഒരു വ്യക്തിത്വ സവിശേഷതകളെ കുറിച്ചുള്ള വിവരങ്ങൾ എനിക്ക് വളരെ എളുപ്പത്തിൽ നേടേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അവയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പം ശ്രദ്ധ, സഹകരണ മനോഭാവം, അതുപോലെ തന്നെ പങ്കാളിത്തം, അവരുടെ മനോഭാവം, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇതെല്ലാമാണ് വ്യക്തിത്വ സവിശേഷതകൾ. അവയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറേ പ്രസ്താവനകൾ തയ്യാറാക്കി അതുണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രം ചെക്ക് ചെയ്യുന്ന രീതിയാണ് ചെക്ക് ലിസ്റ്റ്. ഓക്കെ, അടുത്തത് പഠിക്കാൻ നമ്മൾ പോകുന്നതാണ് സർവേ രീതി. സർവേ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം എന്തുമായിരിക്കും, എന്തോ ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് ഈ സർവേ നടത്തുന്നത്. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെയൊക്കെ ഭാഗങ്ങളിൽ കുടിവെള്ള പ്രശ്നമാണ്, കുടിവെള്ളത്തിന് പ്രശ്നമുണ്ട്. കുടിവെള്ള പ്രശ്നമല്ല, കുടിവെള്ളത്തിന് എന്തോ ഒരു രുചിക്കുറവ്, എന്തോ ഒരു വ്യത്യാസം, കളർ വ്യത്യാസം, മണം വ്യത്യാസം. ഒരു എക്സാമ്പിളാണ്. ദൈവം സഹായിച്ച ഞങ്ങളുടെ ഭാഗത്ത് അങ്ങനെയൊന്നുമില്ല, എന്നാണ് ഇങ്ങനെ എക്സാമ്പിൾ പറയുക. അപ്പോൾ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു പഞ്ചായത്ത് മുഴുവൻ ഇതേ പ്രശ്നമാണ് വലിയൊരു സന്ദർഭത്തിൽ നിന്ന്. അപ്പോൾ ഒരു പ്രത്യേക സന്ദർഭത്തിൽ വലിയൊരു വിഭാഗത്തിൽ നിന്ന് എനിക്ക് വിവരശേഖരണം നടത്തണമെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന രീതിയാണ് സർവേ രീതി. മനസ്സിലായോ? സർവേ രീതിയുടെ ഒരു പ്രത്യേകത, എനിക്കൊരു പ്രശ്നം അനുഭവപ്പെട്ടു. ഓക്കെ, എനിക്ക് പ്രശ്നം അനുഭവപ്പെട്ടു, എല്ലാവർക്കും പ്രശ്നം ഉണ്ടായിരുന്നു, ആ പഞ്ചായത്തുകാർക്ക് എല്ലാവർക്കും പ്രശ്നം അനുഭവപ്പെട്ടു. അവിടെ സർവേ തന്നെ തിരഞ്ഞെടുക്കാൻ ഒരു കാര്യമുണ്ട്. സർവേ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി നടക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ടോ? വേണ്ട, പൊതുവായ പ്രശ്നമാണല്ലോ. അപ്പൊ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായതുമാണ്.
അപ്പൊ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്കൊരു പ്രശ്നമുണ്ടായി, പ്രശ്നം അനുഭവപ്പെട്ടു. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഇന്ന രീതിയിലുള്ള സർവേ നടത്താം, ഇന്ന സമയത്തിനുള്ളിൽ നടത്തി തീർക്കാം, ഇന്ന കാര്യങ്ങളൊക്കെയാ ചെയ്യേണ്ടതെന്നാണ് ആസൂത്രണം നടത്തുന്നത്. എന്നിട്ട് ഞാൻ സാമ്പിൾ തിരഞ്ഞെടുക്കുക. ഇപ്പൊ ഒരു 6000 7000 വീട് അല്ലെങ്കിൽ ഒരു 2000 വീട് ഒരു പഞ്ചായത്തിലുണ്ടെങ്കിൽ 2000 വീടിനും കയറി ഇറങ്ങാൻ പറ്റുമോ? വേണ്ട. അതിനകത്തുനിന്ന് ഒരു 100 വീട് മാത്രം ഞാൻ സാമ്പിൾ എടുക്കുന്നു. ആ 100 വീട്ടിലായിരിക്കും ഞാൻ പോകുന്നത്. ചിലപ്പോൾ 50 വീട്ടിലായിരിക്കും പോകുന്നത്. 50 എന്നുള്ളതാണ് സാമ്പിള്. 50 വീടുകളിൽ പോയിട്ട് ഞാൻ എന്തോ ചെയ്യും? വെള്ളം ശേഖരിച്ച് അതായിരിക്കും ഞാൻ പഠനത്തിന് വിധേയമാക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? ഒരു പ്രത്യേക സന്ദർഭത്തിൽ വലിയൊരു വിഭാഗത്തിൽ നിന്ന് നമുക്ക് വിവരശേഖരണം നടത്തണമെങ്കിൽ എല്ലായിടത്തും കയറി ഇറങ്ങി നടക്കണോ? വേണ്ട. സർവേ മെത്തേഡ്, പ്രശ്നം അനുഭവപ്പെടൽ, അപ്പൊ ആസൂത്രണം ഞാൻ നടത്തി, സാമ്പിൾ ശേഖരിച്ചു, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചു, ആ വിവരങ്ങളെ വിശകലനം ചെയ്തു, അപഗ്രഥനം, പിന്നെ നിഗമനം. നിഗമനത്തിലൂടെ എനിക്ക് എന്തോ കിട്ടി? ഉറപ്പായിട്ടും സൊല്യൂഷൻ, പ്രശ്നപരിഹാരം കിട്ടി. പ്രശ്നപരിഹാരം കിട്ടിയിട്ട് പൂട്ടിക്കെട്ടിക്കൊണ്ട് വെച്ചാൽ മാത്രം മതിയോ? നമ്മള് പെട്ടി വെച്ച് പൂട്ടിയാൽ മതിയോ? പറ്റില്ല. അതിനെ നമ്മൾ പ്രയോഗിക്കണം. വേണ്ടേ? പ്രയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് റിപ്പോർട്ട് തയ്യാറാക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് സർവേ രീതിക്ക് സ്റ്റെപ്പുകളൊന്നും നിങ്ങൾ പഠിച്ചു കാണത്തില്ല. ഉറപ്പായിട്ടും സ്റ്റെപ്പ് കൂടെ ചേർത്ത് വേണം പഠിക്കാൻ, കേട്ടോ. കോമ്പറ്റീഷൻ കൂടിയ എക്സാമുകളാണ് വരുന്നത്. ഓക്കെ, അടുത്തത് ചോദ്യാവലി. ദത്തശേഖരണം എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? ഡേറ്റ, വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു മാർഗമാണ് ഏതെന്ന് പറയുന്നത്? ചോദ്യാവലി. പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയുന്നു. ഇപ്പൊ ഇവിടെ ഒരു 100 പേര് ഇരിക്കുക. ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി. ആ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിട്ട് അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്യത്തില്ലേ? ചെയ്യുമല്ലോ. എനിക്ക് പെട്ടെന്ന് എൻ്റെ ടൈം ഒന്നും അധികം ആവത്തതുമില്ല, ചെലവും കുറവാണ്. ദത്തശേഖരണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ചോദ്യാവലി എന്ന് പറയുന്നത്. വേഗത്തിൽ നടപ്പിലാക്കാൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ ഇതിനൊരു ദോഷമുണ്ട്. ദോഷം എന്ന് പറയുന്നത് ഈ ചോദ്യാവലിയിൽ രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തേതാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യനും ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യനും. അടഞ്ഞ ചോദ്യങ്ങളും തുറന്ന ചോദ്യങ്ങളും. അടഞ്ഞ ചോദ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചോദ്യത്തിനകത്ത് ഉറപ്പായിട്ടും ആ ഓപ്ഷൻസിനകത്ത് വ്യക്തമായ ഉത്തരമുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കുക, ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ കൂടിയ സംസ്ഥാനം ഏതാ? ഉറപ്പായിട്ടും ആ 4 ഓപ്ഷനകത്ത് ഒരെണ്ണം ഉണ്ട്. രാജസ്ഥാനെങ്കിൽ രാജസ്ഥാൻ ഉണ്ട്. ഏറ്റവും ചെറിയ സംസ്ഥാനം നമ്മുടെ ഇന്ത്യയിൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോവ. അത് ഉറപ്പായിട്ടും ഓപ്ഷനകത്ത് ഉത്തരമുണ്ട്. എന്നാൽ തുറന്ന ചോദ്യങ്ങൾ അങ്ങനെയല്ല. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ അങ്ങനെയല്ല. നമ്മളുടെ അഭിപ്രായം, നമ്മുടെ മനോഭാവം ചോദിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനോഭാവം എന്താണ് നടക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ. ഇപ്പൊ ഞാൻ ചോദിക്കുക, നിങ്ങൾക്ക് എൻ്റെ ഇപ്പൊ ഞാനൊരു ക്ലാസ് നിങ്ങൾക്ക് എടുത്തിട്ട് പോവുക. അപ്പൊ ഞാൻ എന്നിട്ട് അടുത്ത ദിവസം വന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ ആ ചോദ്യാവലിക്കകത്ത് എൻ്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പകുതി പേരും കള്ളമേ എഴുതും. എന്താ? ടീച്ചർ എന്ത് വിചാരിക്കും? സമൂഹവുമായിട്ടുള്ള സ്വീകാര്യത എങ്ങനെ? സമൂഹം എന്ത് വിചാരിക്കും? ടീച്ചർ എന്ന ഞാൻ അടങ്ങുന്ന ഞാൻ എന്ന സമൂഹം, അല്ലെങ്കിൽ ഞാൻ ഏത് രീതിയിൽ അവരെ എടുക്കും? ഞാൻ അങ്ങനെയൊക്കെ എഴുതിയ ടീച്ചറിന് എന്ത് വിചാരിക്കും എന്നൊരു തോന്നലുണ്ടാവത്തില്ലേ? അതുപോലെയാണ് ഈ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിന്. സാമൂഹ്യ സ്വീകാര്യത, ഞാൻ ആ ഉത്തരം പറഞ്ഞ, ഞാൻ അങ്ങനെ റെസ്പോൺസ് ചെയ്താൽ സമൂഹം അത് സ്വീകരിക്കുമോ, അത് ശരിയാണോ എന്ന ഒരു പേടിയാണ്, സാമൂഹ്യ സ്വീകാര്യതയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ. ക്ലിയർ ആയോ? അത് മാത്രമേ ചോദ്യാവലിക്കുള്ളൊരു പോരായ്മയുള്ളൂ. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത് അഭിമുഖം. അത് നിങ്ങൾക്ക് അറിയാം, ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യത്തെ മുൻനിർത്തി ഒരു വ്യക്തി വേറൊരു വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ ഒരു വ്യക്തിയുമായിട്ടോ നടത്തുന്ന തത്സമയമായിട്ട് നേരിട്ട് നടത്തുന്ന ആശയവിനിമയ ചർച്ചയാണ് അഭിമുഖം. ഫോൺ വഴിയാകാം, നേരിട്ടും ആകാം കേട്ടോ. അഭിമുഖം കൊറോണ ടൈമിലൊക്കെ നമുക്കറിയാം ഫോൺ വഴിയാണ്, എന്നാലും ലൈവായിട്ടാണ്, തത്സമയമാണ്, റെക്കോർഡ് ചെയ്തതൊന്നും അല്ലല്ലോ അഭിമുഖം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ലക്ഷ്യത്തെ മുൻനിർത്തി ഒരു വ്യക്തിയും ഒരു കൂട്ടം വ്യക്തികളുമായി നടത്തുന്ന ആശയവിനിമയ ചർച്ചയാണ് അഭിമുഖം എന്ന് പറയുന്നത്. അഭിമുഖത്തിന് ഗുണമുണ്ട്, ദോഷമുണ്ട്. എന്തുമായിരിക്കും അഭിമുഖത്തിന്റെ ഗുണം എന്ന് പറയുന്നത്? ഇപ്പൊ ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ബാഹ്യമായിട്ടുള്ള ബിഹേവിയർ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉറപ്പായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ഏത് രീതിയിൽ എത്ര കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട്, നിങ്ങളുടെ ഭാഷാശുദ്ധി എങ്ങനെയുണ്ട്, ഒരു പ്രശ്നം കായി കിട്ടിയാൽ നിങ്ങൾ ഏത് രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യും, എത്രമാത്രം ശ്രദ്ധാലുവാണ് നിങ്ങൾ, എത്രമാത്രം ഡിസിപ്ലിൻ ഉണ്ട് നിങ്ങൾക്ക്, ഇതെല്ലാം നമുക്ക് നോക്കാൻ പറ്റും. അതാണ് ഗുണമെന്ന് പറയുന്നത്. ദോഷമെന്ന് പറയുന്നത് ഈ അഭിമുഖം നടത്തുന്ന വ്യക്തി ചിലപ്പം ഒരു ചായ്വ് ഉണ്ടാകാൻ പാടുണ്ട്. ഇപ്പം ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു കുട്ടിയെ വന്ന് ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ടും അവളോട് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ചോദിക്കൂ, മറ്റുള്ളവരോട് ചിലപ്പം പ്രയാസവും ചോദിക്കാം. അങ്ങനെ ഒരു ചായ്വ് ഉണ്ടാകാൻ
സാധ്യതയുള്ളൊരു ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത് അഭിമുഖം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ടൈം കൺസ്യൂമിങ്. ഒരാൾ വരണം, അയാളെ എത്ര സമയമായി ഇരിക്കുന്നത് നമ്മൾ അറിയുന്നില്ല, അത് കഴിഞ്ഞ് അടുത്ത ആൾ വന്നു, ഭയങ്കരമായിട്ട് നമുക്ക് സമയമെടുക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വിഷയത്തിൽ നിന്നുള്ള വ്യതിചലിക്കൽ. ഞാനൊരു ടോപ്പിക്കിനെ മുൻനിർത്തിയാണ് അവിടെ ഇന്റർവ്യൂ നടത്തുന്നതെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റോ ഏരിയ, ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് ഒരു കുട്ടി വരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ആ നാടിനെ കുറിച്ചോ വീട്ടിലെ വിശേഷങ്ങളോ എന്തെങ്കിലുമൊക്കെ ചോദിക്കും അല്ലേ. വിഷയത്തിൽ നിന്നുള്ള വ്യതിചലിക്കൽ ഇതിന്റെ ഒരു പോരായ്മയാണ്. അപ്പൊ അഭിമുഖത്തിന് ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. അപ്പൊ എന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ചോദ്യങ്ങൾ വേണമെങ്കിലും ചോദിക്കാം. അതൊക്കെ അഭിമുഖത്തിന്റെ ദോഷങ്ങളാണ്. അടുത്തതാണ് റേറ്റിംഗ് സ്കെയിൽ. എന്തുവാ റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്? നമ്മൾ ഇഷ്ടംപോലെ ഫുഡുകളും കാര്യങ്ങളും എല്ലാം ഓൺലൈനിൽ വരുത്തുന്നവരാ. അല്ലെങ്കിൽ ഫുഡ് പോട്ടെ, എനിക്ക് ഫുഡ് ഇഷ്ടമാകണ്ട, ഞാൻ ഫുഡിനെ കുറിച്ച് പറഞ്ഞു കേട്ടോ. അല്ലാതെ പലതരത്തിലുള്ള പ്രോഡക്റ്റുകളൊക്കെ വരുത്തുന്നവരാ നിങ്ങൾ, ശരിയല്ലേ? അങ്ങനെ വരുത്തുന്ന സമയത്ത് നിങ്ങൾ അതിനെ റേറ്റ് ചെയ്യും. 5 സ്റ്റാറും 3 സ്റ്റാറും ഒക്കെ കൊടുക്കും. എങ്ങനെയാ കൊടുക്കുന്നത്? ചില പ്രത്യേക മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ, ഒന്ന് ഈ രുചിയുടെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഞാൻ ഫുഡിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് കൃത്യമായിട്ട് ഡെലിവറി ചെയ്ത സമയം, എന്നെ ക്ഷമയൊന്നും നശിക്കാതെ നിങ്ങൾ പെട്ടെന്ന് എത്തിയെങ്കിൽ ആ ഒരു കാര്യം ശ്രദ്ധിക്കും. രണ്ടാമത് അതിന്റെ ഫുഡിന്റെ ക്വാളിറ്റി, അതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ടോ, അല്ല ക്വാണ്ടിറ്റി ഉണ്ടോ, പ്രൈസ്, മണം, രുചി, അതെല്ലാം ഒരുപാട് മാനദണ്ഡങ്ങളാണ്. ആ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ ഞാൻ അതിനെ റേറ്റ് ചെയ്യത്തുള്ളൂ, ശരിയല്ലേ? അപ്പൊ ഒരു വ്യക്തിയെ ഒരു പ്രോഡക്റ്റിനെ മാത്രമല്ല നമ്മൾ റേറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എങ്ങനെയാ? നമുക്കിപ്പോ ഒരു വ്യക്തിയെ റേറ്റ് ചെയ്യണം, അവരുടെ സ്വഭാവ സവിശേഷതകളെയാണ് നമ്മൾ വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനെയാണ് വിലയിരുത്തുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ വിലയിരുത്തപ്പെടാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ വസ്തു ആയിക്കോട്ടെ, അവരുമായി ബന്ധപ്പെട്ട സ്വഭാവ സവിശേഷതകളെ, അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ ചില പ്രത്യേക ഇൻസ്ട്രക്ഷൻസിന്റെ, ചില പ്രത്യേക മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് എത്ര തീവ്രതയിൽ കാണപ്പെടുന്നു, എത്രത്തോളം അളവിൽ കാണപ്പെടുന്നു എന്ന് ചെക്ക് ചെയ്യുന്ന രീതിയാണ് റേറ്റിംഗ് സ്കെയിൽ. വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ എന്റെ ക്ലാസ് കണ്ടിട്ട് എനിക്ക് റേറ്റ് ചെയ്യത്തില്ലേ? ഉറപ്പായിട്ടും എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും? ആശയവിനിമയ ശേഷി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടോ, ടീച്ചറെ ഏത് രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, ഏതൊക്കെ കാര്യങ്ങൾ പോയിന്റ്സ് എത്രമാത്രം ഉൾപ്പെടുത്തി, എല്ലാ കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും നിങ്ങളെ റേറ്റ് ചെയ്യുന്നത്, ശരിയല്ലേ? അതാണ് സംഭവം. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയോ വസ്തുതയോ ചില പ്രത്യേക ഇൻസ്ട്രക്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ എത്രത്തോളം നല്ലതാണ്, അല്ലെങ്കിൽ കൊള്ളത്തില്ലയോ, അല്ലെങ്കിൽ തീരെ കൊള്ളത്തില്ലേ, തീരെ മോശമാണോ, ആവറേജ് ആണോ, അങ്ങനെ പല രീതിയിൽ റേറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാ റേറ്റിംഗ് സ്കെയിൽ. പ്രധാനപ്പെട്ട 2 റേറ്റിംഗ് സ്കെയിലാണ്, വളരെ പോപ്പുലർ ആയിട്ടുള്ള 2 ലിക്കർട്ട് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ, ലിക്കർട്ട്, അദ്ദേഹത്തിന്റെ 5 പോയിന്റ്, അതിനകത്ത് 5 പോയിന്റിൽ വെച്ചിട്ടാണ് റേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. തേഴ്സ്റ്റൺ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പോകെ തേഴ്സ്റ്റനെ കുറിച്ചൊക്കെ കേൾക്കും കേട്ടോ. തേഴ്സ്റ്റന്റെ 11 പോയിന്റുള്ള സ്കെയിൽ. അപ്പൊ ഓർത്തോണം, 11 പോയിന്റ് സ്കെയിൽ എന്ന് പറയുമ്പോൾ പല തോതിലാണ് ഉള്ളത്, പല രീതിയിൽ തന്നെ റേറ്റ് ചെയ്യും. അത് 2 ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അടുത്തതാണ് ചികിത്സാ രീതി. ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അസ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാ ചികിത്സാ രീതി. പിന്നെ ക്ലിനിക്കൽ മെത്തേഡ് എന്ന് പറയാം ചികിത്സാ മനഃശാസ്ത്രത്തിൽ നിന്ന്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ചികിത്സാ രീതി എന്ന് പറയുന്നത് ലെറ്റ്നർ വിറ്റ്മർ, ചിലർ ഇത് ലൈറ്റ്നർ വിറ്റ്മർ എന്നൊക്കെ വായിക്കും, ഇംഗ്ലീഷിലെ സ്പെല്ലിങ്ങും കൂടെ ഞാൻ എഴുതാം, ലൈറ്റ്നർ വിറ്റ്മർ. ലൈറ്റ്നർ വിറ്റ്മർ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ്, ലൈറ്റ്നർ വിറ്റ്മർ. വൈറ്റ്മർ എന്നൊക്കെ വായിക്കുന്നവരുണ്ട്. എങ്ങനെയായാലും ലൈറ്റ്നർ വിറ്റ്മർ അദ്ദേഹമാണ് ഈ അസ്വാഭാവിക പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി, കുഞ്ഞുങ്ങളല്ല വ്യക്തികളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പഠന രീതിയാണ് ഏത് ചികിത്സാ രീതി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് കൊണ്ടുവന്നതെങ്കിലും പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയത് നമ്മുടെ ഫ്രോയിഡ്, സിഗ്മണ്ട് ഫ്രോയിഡ് ഉണ്ട്, അട്ലറാണ്, അട്ലർ, കാളിയുങ് എന്നിവരാണ്. കാളിയുങ്ങിനെ കേട്ടിട്ടുണ്ടല്ലോ, വ്യക്തിത്വ മനഃശാസ്ത്രം, വ്യക്തിത്വ പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അപ്പം ഫ്രോയിഡ്, അട്ലർ, കാളിയുങ് എന്നിവരാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ പഠനങ്ങൾ നടത്തിയത്. അടുത്തതാണ് ഏകവ്യക്തി പഠനം, കേസ് സ്റ്റഡി എന്ന് പറയും, അല്ലെങ്കിൽ നൈദാനിക രീതി. എന്തുവായിരിക്കും നൈദാനിക പഠനം? ഏകവ്യക്തി പഠനം. ആ പേരിൽ തന്നെ ഉണ്ട്, ഒരു വ്യക്തിയെ കുറിച്ചുള്ള പഠനം. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടാൽ നമ്മൾ ആ വ്യക്തിയെ കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കി പഠിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ച് വിവരങ്ങളെയൊക്കെ വിശകലനം ചെയ്ത് എന്ത് ചെയ്യും? ആ വ്യക്തിക്കുള്ള പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നു. ആ രീതിയാണ് ഏകവ്യക്തി പഠനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പഠനമാണ് ഏകവ്യക്തി പഠനം. അവരുടെ പ്രശ്നം കണ്ടിട്ട് പഠനം നടത്തിയിട്ട് നമ്മൾ
ഒരിക്കൽ പോലും ഓഹോ എന്റെ പഠനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിർത്തുവല്ല. ആ കിട്ടിയ സൊല്യൂഷൻ ആ വ്യക്തിയിൽ അപ്ലൈ ചെയ്ത് അതിനുള്ള മാറ്റങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ അത് ഏക വ്യക്തി പഠനത്തിലേക്ക് എത്തത്തുള്ളൂ. അന്നെങ്കിൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവത്തുള്ളൂ കേട്ടോ. അതാണ് ഏക വ്യക്തി പഠനം. നൈദാനിക രീതി, ഇത് വേറൊരു പേര് പറയും, കേസ് സ്റ്റഡി. ക്ലിയർ ആയോ? വളരെ സൂക്ഷ്മമായ വിവരങ്ങൾ പോലും ആ വ്യക്തിയുടെ നമ്മൾ എന്തോ ചെയ്യും, അക്വയർ ചെയ്തെടുക്കും. അടുത്തതാണ് ക്രിയാ ഗവേഷണം, ആക്ഷൻ റിസർച്ച്. വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടെക്നിക്കാണ്, ഒരു മനഃശാസ്ത്ര പഠന രീതിയാണ് ഇത് ആക്ഷൻ റിസർച്ച്. അത് നിങ്ങളോട് പറയാനെ കൊണ്ട് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുക. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൂട്ടം പെൺകുട്ടികൾ അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൂട്ടം പെൺകുട്ടികൾ ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് PT പോകുന്നില്ല. എന്താ കാര്യം? എന്തായിരിക്കും കാര്യം? അവിടെയാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് ക്രിയാഗവേഷണം എന്ന് പറയുന്ന ആ ഒരു പഠനത്തിന്റെ പ്രസക്തി. അത് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപിക ഇതിനെ ഒരു റിസർച്ച് പോലെ ചെയ്യാൻ പോവുക. ക്രിയാഗവേഷണം എന്ന് വെച്ചാൽ എന്തുവാ സംഭവം എന്ന് പറയട്ടെ. അധ്യാപകൻ, അതായത് വിദ്യാർത്ഥികൾ, ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന, ഒരു കൂട്ടം വിദ്യാർത്ഥികൾ, ആൺകുട്ടികൾക്കോ പെൺകുട്ടികൾക്കോ ആകാം, ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി അധ്യാപകർ അവയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണോ ഒരു ഗവേഷകൻ ഒരു ഗവേഷണം നടത്തുന്നത്, ആ ചിന്താഗതിയോടെ, ആ ഒരു ത്വരയോടെ, ആ ഒരു തീക്ഷ്ണ മനോഭാവത്തോടു കൂടി ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്ത് അവയ്ക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ കണ്ടെത്തി അതിന് സൊല്യൂഷനും കണ്ടെത്തി അത് കുട്ടികളിൽ എന്തോ ചെയ്യണം, അപ്ലൈ ചെയ്ത് അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കി റിപ്പോർട്ട് തയ്യാറാക്കുന്ന രീതിയാണ് ക്രിയാഗവേഷണം. ക്രിയാഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാൽ സ്റ്റീഫൻ എം കോറിയാണ് ക്രിയാഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ്. അങ്ങനെയാണെങ്കിൽ വേറൊരു ചോദ്യമുണ്ട്. ക്രിയാഗവേഷണം എന്ന വാക്ക് ആദ്യമായിട്ട് മനഃശാസ്ത്രത്തിൽ കൊണ്ടുവന്നത് ആര്? നിങ്ങൾ ആലോചിച്ച് വെച്ചേക്കണം കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ക്രിയാഗവേഷണത്തിന്റെ പലതരത്തിലുള്ള ഘട്ടങ്ങളുണ്ട്. എന്തൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ പറയട്ടെ. ഒന്നാമത്തത് പ്രശ്നത്തെ അനുഭവപ്പെടൽ. ശരിയല്ലേ? ഒരു അധ്യാപികയ്ക്ക് പ്രശ്നം അനുഭവപ്പെട്ടു, എന്നിട്ട് എന്തോ ചെയ്യും? പ്രശ്നത്തെ ഒന്ന് നിർവചിക്കും. ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികളുടെ ഉണ്ട്. എല്ലാം നമുക്ക് ആക്ഷൻ റിസർച്ച് ചെയ്യാൻ പറ്റുമോ? വേണ്ട, അതിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് വേണ്ടത് മാത്രം മതി. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രശ്നത്തെ ഒന്ന് ഡിഫൈൻ ചെയ്യണം. ഇത് കാര്യമുള്ളതാണോ, കാര്യഗൗരവമുള്ളതാണോ എന്നൊന്നും അറിയണ്ടേ? അപ്പൊ പ്രശ്ന അനുഭവപ്പെടൽ, രണ്ടാമത് പ്രശ്നത്തെ നിർവചിക്കൽ, മൂന്നാമതാണ് പരികല്പന രൂപീകരണം. നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ്. അതായത് എൻ്റെ പഠനത്തിന്റെ ഉത്തരം ഇന്നതായിരിക്കും എന്നതാണ് പരികല്പന രൂപീകരണം, അല്ലെങ്കിൽ വേറെ പേര് സങ്കല്പനങ്ങളുടെ രൂപീകരണം. അങ്ങനെയും ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബ്രാക്കറ്റിൽ അങ്ങനെ ഒരു പോയിന്റ് തന്നേക്കുന്നത്. അപ്പൊ പരികല്പന രൂപീകരണം അല്ലെങ്കിൽ സങ്കല്പനങ്ങളുടെ രൂപീകരണം. എൻ്റെ സ്റ്റഡിയുടെ ഉത്തരം ഇന്നതാവും. പണ്ടൊക്കെ നമ്മൾ പ്രോജക്റ്റിൽ ഊഹം എടുക്കത്തില്ലേ, അത് തന്നെ സംഭവം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പറയുക, നമ്മൾ ഇനി പഠനം ചെയ്യാൻ തയ്യാറാവുക. അപ്പൊ അതിനു വേണ്ട ആസൂത്രണം, എവിടെ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിക്കണം, എത്ര സമയത്തിനുള്ളിൽ ഞാൻ ഇത് തീർക്കണം, ഏതൊക്കെ ടൂൾസ് ഇതിനകത്ത് ഉപയോഗിക്കണം, അതെല്ലാം വരുന്നതാണ് ആസൂത്രണം. അതിനുശേഷം എന്തുവാ? വിവരശേഖരണം. അതിനുശേഷം വിവരങ്ങളെ വിശകലനം ചെയ്യണം, അപഗ്രഥനം, നിഗമനം, പിന്നെ പ്രശ്നപരിഹാരം, സൊല്യൂഷനിലോട്ട് എത്തും. ആ സൊല്യൂഷനുകളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നേരെ പോയി പ്രയോഗിക്കലല്ല. നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളെല്ലാം പറയും ഇനി പ്രയോഗിക്കല ടീച്ചർ. അല്ല, നമ്മുടെ കയ്യിൽ കിട്ടിയ സൊല്യൂഷൻ ആപ്റ്റ് ആണോ, നാളെ പോയി കുട്ടികളിൽ ഞാൻ പ്രയോഗിക്കുന്നതിന് മുമ്പ് അത് ശരിയാണോ എന്ന് ഞാൻ തന്നെ സ്വയം റീചെക്ക് ചെയ്യുന്ന, അല്ല അധ്യാപകൻ തന്നെ സ്വയം ഒന്നുകൂടെ റീചെക്ക് ചെയ്യുന്നതാണ് വിലയിരുത്തൽ. അതിനുശേഷം മാത്രം കൊള്ളാം, എൻ്റെ സൊല്യൂഷൻ അടിപൊളിയാണ്, എന്നാൽ അത് നല്ലതായിട്ട് കുട്ടികളിൽ മാറ്റം വരും എന്ന ഉറപ്പോടെ നമ്മൾ പ്രയോഗിക്കൽ, കുട്ടികളിൽ അപ്ലൈ ചെയ്യുന്നു, അവർക്ക് മാറ്റമുണ്ടാകുന്നു, റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ഇത്രയുമാണ്. എക്സാമിന് ഉറപ്പായിട്ടും നമ്മുടെ ക്രിയാഗവേഷണത്തിന്റെ സ്റ്റെപ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു തരും. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാച്ച് ദ ഫോളോയിങ് തരാം, എങ്ങനെ വേണമെങ്കിലും തരാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് വൈഡ് ആയിട്ടും ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടും ചോദിക്കാം. ഏത് രീതിയിൽ വന്നാലും തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഓപ്ഷൻസ് തന്നത്.